ഹലോ വെൽക്കം ടു സണ്ണി സാർ. ഇന്ന് നമ്മൾ ക്ലാസ് 10 കെമിസ്ട്രി ചാപ്റ്റർ 4 ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റിലെ പാർട്ട് 2 പോകാൻ പോകുന്നത്. പാർട്ട് 1 നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? മോൾ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഗ്യാസസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൈനറ്റിക് മോളിക്കുലർ തിയറി, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഫുട്ബോൾ കളിയായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നത് അത് പോയി കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് ബേസിക് ഐഡിയ എന്തായിരുന്നു? അതിനകത്തുള്ള ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ അവർക്ക് എനർജി ഉണ്ടല്ലേ, അവർ കൂട്ടിമുട്ടും. അവരെവിടെ മാത്രം കൂട്ടിമുട്ടില്ല, പരസ്പരം കൂട്ടിമുട്ടുന്നതോടൊപ്പം തന്നെ വാൾസിൽ ചെന്ന് കൂട്ടിമുട്ടും അല്ലേ. അപ്പൊ അവരവിടെ ഒരു ബലം ചെലുത്തും, നമ്മൾ അതിന് പ്രഷർ എന്ന് വിളിച്ചു. അവർ കൂട്ടിമുട്ടുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ആ എനർജി ഉണ്ടല്ലോ, എനർജി ഡ്യൂ ടു മോഷൻ, അതിന് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു. അപ്പൊ കൈനറ്റിക് എനർജി കൂടുതലാണെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്നിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ പഠിച്ചു. അതായത് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് എനർജി. കൂടുതൽ വേഗത്തിൽ മോളിക്യൂൾസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ, നമ്മൾ ആ ബലൂണിന്റെ കേസ് പറഞ്ഞു അല്ലെ, തീ കൂട്ടി കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന് എനർജി കിട്ടി അവർ മൂവ് ചെയ്യാൻ തുടങ്ങും, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചറും കൈനറ്റിക് എനർജിയും തമ്മിൽ എന്താണ് ഒരു റിലേഷൻ ഉണ്ട്. വെറും കൈനറ്റിക് എനർജി അല്ല, ആവറേജ് കൈനറ്റിക് എനർജി. ശ്രദ്ധിച്ചോളാം, വെറും കൈനറ്റിക് എനർജി അല്ല, ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം. എന്നിട്ട് സാർ നിങ്ങൾക്ക് ഒരു ചോദ്യം തോന്നും. എന്തായിരുന്നു ആ ചോദ്യം? ആരാണ് ഈ തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത്? അവരുടെ പേരാണ് ഈ ബോഡി കിടക്കുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിന്റെ പേര് പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മ ഉണ്ടാവും, അല്ലാത്തവര് ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലും ലുഡ്വിഗ് ബോൾട്സ്മാൻ, ഈ രണ്ട് പേരുകളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ആ പാർട്ട് 1 നമ്മൾ കുറച്ച് സോളിഡ് സ്റ്റേറ്റിലുള്ള പദാർത്ഥങ്ങൾ പറഞ്ഞു. അതായത് സോഡിയം ക്ലോറൈഡ് പറഞ്ഞു അല്ലെ, അതുപോലെ തന്നെ അമോണിയം ക്ലോറൈഡ് പറഞ്ഞു, ശരിയല്ലേ? അപ്പൊ ഈ സോളിഡ് പദാർത്ഥങ്ങൾ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള പദാർത്ഥങ്ങൾ, അതിനെയാണ് നമ്മൾ ആ ലിസ്റ്റിൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ പേജിൽ തന്നെ കുറച്ച് ഗ്യാസസും സോളിഡും കൂടി ഇങ്ങനെ കൂട്ടിക്കലർത്തിയാണ് നമുക്ക് തരുന്നത്. എന്നിട്ട് അതിനകത്ത് നമ്മളോട് ചോദിക്കും ഇതിനകത്ത് ഗ്യാസസ് ഏതൊക്കെയാണെന്ന്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് വരാം, വോയിസ് ലോയിലേക്ക്. ക്ലിയർ? യെസ്. നമുക്ക് ആ കേസ് ഉണ്ടായിരുന്നു, ഇതായിരുന്നു: ഫ്രം ദ ഫോളോയിങ് വിച്ച് എക്സിസ്റ്റ് ഇൻ ഗ്യാസ് സ്റ്റേറ്റ് അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ. താഴെ തന്നിരിക്കുന്നതിൽ ഗ്യാസ് സ്റ്റേറ്റിലുള്ളത് ഏതാണ്? അപ്പൊ സാറ് നിങ്ങളെ കഴിഞ്ഞ പാർട്ടിൽ സോളിഡ് സ്റ്റേറ്റിലുള്ളത് ഏതാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? സോഡിയം ക്ലോറൈഡ് രണ്ടാമത്തെ ആള്, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് നാലാമത്തെ ആള്, പിന്നെ അമോണിയം ക്ലോറൈഡ് അഞ്ചാമത്തെ ആള്. ഓക്കെ, ഇവർ 3 പേര് സോളിഡ് സ്റ്റേറ്റിലും അതുപോലെ 9ാമത്തെ ആളായിട്ടുള്ള നൈട്രിക് ആസിഡ് ലിക്വിഡ് സ്റ്റേറ്റിലുമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കിയുള്ള എല്ലാം ഗ്യാസ് സ്റ്റേറ്റിലാണ് മക്കളെ, ബാക്കിയുള്ള എല്ലാം ഗ്യാസ് സ്റ്റേറ്റിൽ. ഏതൊക്കെയാണ് അത് വരിക? ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വരും, പിന്നെ ആര് വരും? അമോണിയ വരും, പിന്നെന്താണ് മീഥേൻ വരും, സൾഫർ ഡൈ ഓക്സൈഡ് വരും, പിന്നെന്താണ് കാർബൺ മോണോക്സൈഡ് വരും, നൈട്രജൻ ഡൈ ഓക്സൈഡ് വരും. ഓക്കെ, ക്ലിയർ? ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിവിടെ കാണിച്ചിട്ടുണ്ട് സാറ്. ഇതൊക്കെയാണ് ഗ്യാസ് സ്റ്റേറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ബേസിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോർഷൻസ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി വോയിസ് ലോയിലേക്ക് പോകാം. ക്ലിയർ? യെസ് മക്കളെ, നിങ്ങളെ ഈ അക്വേറിയത്തിലൊക്കെ നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കൊമ്മളകൾ ഇങ്ങനെ വലുതായി മുകളിലേക്ക് വരുമ്പോൾ വലുതായി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇതിങ്ങനെ അല്ലെ? സാറിന് ഒരു പിക്ചർ വരയ്ക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വെള്ളത്തിന്റെ അടിയിൽ ചെറുതായിരിക്കും, കുറച്ചും കൂടി വലുതാവും, കുറച്ചും കൂടി വലുതാവും, കുറച്ചും കൂടി വലുതാവും, ഭയങ്കരമായിട്ട് വലുതാവും, മുകളിലൊന്ന് പൊട്ടിപ്പോവും. ഓക്കെ, കൊമ്പളകൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? ആ ഒരു കൊമ്പളകൾ പോലെയാണ് ജീവിതം, എന്താണ് പൊട്ടിപ്പോവും എന്നൊക്കെ പറയും. അതുപോലെ ചെറുതായി വലുതായി 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 വലുതായാണ് എന്ത് കാര്യവും ലാസ്റ്റ് പൊട്ടിപ്പോകുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ താഴെ ബോട്ടം സൈഡ് വോളിയം കുറവായിരുന്നു. നമുക്ക് അതിന്റെ വലിപ്പം കുറവാണ്. വോളിയം സാർ ഉദ്ദേശിക്കുന്ന സൈസാണ്. എന്നാൽ ഇത് മുകളിലേക്ക് വന്നപ്പോ ടോപ്പ് വന്നപ്പോ വോളിയം എന്താണ്? കൂടുതലാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. താഴെ വോളിയം കുറവും, മുകളിൽ വോളിയം കൂടുതലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ താഴെ വോളിയം കുറവ് വന്നത്? അത് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുകളിൽ വന്നപ്പോൾ മുകളിൽ നിന്നുള്ള എയറിന്റെ പ്രഷർ കൊണ്ടാണ് അത് പൊട്ടിപ്പോയത്. താഴെ ഈ ലിക്വിഡിന്റെ പ്രഷർ ഉണ്ട്, ഇവിടെ ലിക്വിഡ് മോളിക്യൂൾസ് ഇടുമ്പോൾ ഒരു ഫോഴ്സ് ചെലുത്തുന്നു. കൂടാതെ അതിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിള് തിരിച്ചൊരു ഫോഴ്സ് അവിടെ ചെന്നിരിക്കുന്നു.
അതിന് നമ്മൾ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയും. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ ഇവിടെ ഒരു ബലം പുറമെയുള്ള ആൾക്കാരും പ്രയോഗിക്കുന്നുണ്ട്, അകത്തുനിന്നുള്ളവരും പ്രയോഗിക്കുന്നത്. അപ്പൊ പുറമെയുള്ള ആൾക്കാരുടെ ബലം കൂടുതലാണ്, അതുകൊണ്ടാണ് അതിങ്ങനെ ചെറുതായിരിക്കുന്നത്. മുകളിലേക്ക് വരുന്തോറും ഈ ലിക്വിഡ് പ്രഷർ കുറഞ്ഞു കുറഞ്ഞു. മനസ്സിലായോ? താഴേക്കാളും കുറവ് പ്രഷറാണ് മുകളിൽ. അപ്പോ താഴെ ബോട്ടം സൈഡ് പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് ഇതിങ്ങനെ നമ്മളിപ്പോ ഒരു ബലൂൺ എടുത്ത് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ചെറുതായി പോകില്ല അതുപോലെ. പക്ഷെ മുകളിൽ വരുമ്പോ പ്രഷർ എന്താണ്? കുറവാണ്. മനസ്സിലായോ? അപ്പൊ വോളിയം കുറയുന്ന സ്ഥലത്ത് പ്രഷർ കൂടുതലും, വോളിയം കൂടുതലുള്ള സ്ഥലത്ത് പ്രഷർ എന്താണ്? കുറവാണ്. കണ്ടാ? ഇതാണ് നമ്മള് ഇതിന്റെ റീസൺ. ബോയിൽസ് ലോ ഇതിനകത്തേക്കാണ് വരുന്നത്, നമുക്ക് പിന്നീട് പറയാം. അപ്പോ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ താഴെയുള്ള കുമ്പള മുകളിലേക്ക് വന്നപ്പോൾ വലുതായി വന്നത്? നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് പറയേണ്ടത്. ലിക്വിഡില് താഴെ പ്രഷർ കൂടുതലാണ്, കാരണം അത്രയും ലിക്വിഡിന് മുകളിൽ കിടന്ന്. അപ്പൊ പ്രഷർ കൂടുമ്പോ വോളിയം കുറവായിരിക്കും, അതുകൊണ്ടാണ് ആ ഒരു കുമ്പള ഏറ്റവും ചെറുതായത്. പക്ഷെ മുകളിലേക്ക് വരുന്തോറും പ്രഷർ കുറഞ്ഞു വരും. അപ്പൊ എന്താണ്? അത് സ്വാഭാവികമായിട്ടും ആരും അമർത്താനില്ലാത്തതുകൊണ്ട് പതുക്കെ വികസിച്ച് വലുതായി വരും. ഏറ്റവും മുകളിൽ വരുമ്പോൾ എയർ പ്രഷറും വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്താണ്? പൊട്ടിപ്പോവുക, കാരണം ഉള്ളിൽ നിന്നുള്ള പ്രഷർ അപ്പൊ കൂടുതലായി. അങ്ങനെ നമ്മുടെ കുമ്പളയുടെ കഥ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് എന്താ സാധനം? ശ്വാസം വലിക്കുക, ശ്വാസം പുറത്തേക്ക് എടുക്കുക, അല്ലെ? മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെ? ഇപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങണതിന് മുമ്പ് മെഡിറ്റേഷൻ ഉണ്ട് പല സ്ഥലത്തും, അല്ലെ? അപ്പൊ നമ്മളോട് പറയുന്നതാണ് ശ്വാസം അകത്തേക്ക് എടുക്കുക, നമ്മളെടുത്തു പുറത്തേക്ക് വിടുക, പുറത്തേക്ക് വിട്ടു. ഇതൊരു ചെറിയ കാര്യമാണോ? അല്ല, ഇത് വലിയ കാര്യമാണ്. കാരണം എത്ര നേരം നമ്മൾ ശ്വാസം അകത്ത് പിടിച്ചെടുക്കാൻ പറ്റുന്നോ അത് നമ്മുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. എനിവേ, ഇപ്പൊ ശ്വാസം അകത്തേക്ക് എടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ഇൻഹലേഷൻ. എന്താണ്? അകത്തേക്ക് എടുക്കുന്നു, ഇൻഹലേഷൻ. ഈ അകത്തേക്ക് എടുക്കുമ്പോ എന്താ സംഭവിക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയേ. വലുതായി, അല്ലെ? നമ്മുടെ ഇവിടുത്തെ ഈ രണ്ട് എന്താണ് ലങ്സ് എന്താണ്? വലുതായി. അപ്പൊ ലങ്സിന്റെ വോളിയം എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചല്ലോ, വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം മുകളിൽ വന്നപ്പോ പ്രഷർ കുറവായിരിക്കും, അപ്പോ എയറിന്റെ പ്രഷർ അവിടെ കുറവായിരുന്നു. ഓക്കെ, തിരിച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എയർ വലിച്ച എയർ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു, എക്സലേഷൻ എന്ന് പറയും. എക്സിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചുരുങ്ങി. മനസ്സിലായോ? ഇപ്പൊ എക്സിറ്റ് ചെയ്യുന്നതിന് ഭയങ്കര പ്രഷറിലാണ്, ഫോഴ്സിലാണ് എന്ത് ചെയ്യുന്നത്? എയർ പുറത്തേക്ക് വരുന്നത്. അപ്പൊ എക്സിറ്റ്, എക്സലേഷൻ നമ്മൾ പറയുമ്പോ വോളിയം കുറഞ്ഞു, നമ്മുടെ ഈ ലങ്സിന്റെ വോളിയം കുറഞ്ഞു, പ്രഷർ കൂടി. അപ്പൊ ഇവിടെയും നമ്മൾ നോക്കുമ്പോ ഇതേപോലെ തന്നെയുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? ഇതും വിരൽ ചൂണ്ടുന്നത് ബോയ്സ് ലോയിലേക്കാണ്. അപ്പോ നമ്മൾ അകത്തേക്ക് എടുക്കുമ്പോ ലങ്സ് വലുതായി, പുറത്തേക്ക് എടുക്കുമ്പോൾ ലങ്സ് ചെറുതായി. അപ്പൊ പ്രഷറിനും വോളിയത്തിനുമാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഒരു വേരിയേഷൻ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് അല്ലേ? ഇനി നമ്മൾ സ്കൂബ ഡൈവേഴ്സ് എന്ന് പറഞ്ഞു കേട്ടത്. സ്കൂബ ഡൈവേഴ്സ് കിടന്നത്, അതായത് ഇങ്ങനെ നമ്മൾ കടലിലൊക്കെ ഇതൊക്കെ വെച്ചിട്ട് ചാടിപ്പോകുന്നു. ചിലർ മാലിദ്വീപിലൊക്കെ ടൂറിന് പോകുമ്പോൾ അങ്ങനെയൊക്കെ പോവാണ്, സിനിമ സ്റ്റാറൊക്കെ. അപ്പൊ ഇവര് വെള്ളത്തിന്റെ അടിയിലേക്ക് പോവാണ്. അപ്പൊ ഇവര് ഇവിടെ എത്തിയിരുന്നു. എന്താണ് അവരുടെ അവസ്ഥ വെള്ളത്തിന്റെ അടിയിൽ ചെല്ലുമ്പോൾ? നമുക്ക് വെള്ളത്തിന്റെ അടിയിലെ ഈ കോമളേനെ മാത്രമല്ല എയർ പ്രഷർ, ഈ ലിക്വിഡ് പ്രഷർ, നമ്മുടെ മേത്തും പ്രഷർ ചെല്ലും. അപ്പൊ ഈ പറയുന്ന സ്കൂബ ഡൈവേഴ്സ് അവരെ വിളിക്കുന്ന സ്കൂബ ഡൈവേഴ്സ്, ഇവര് വെള്ളത്തിന്റെ അടിയിലേക്ക് ചെല്ലുമ്പോ ഇവരുടെ മേത്ത് ലിക്വിഡ് വന്നിങ്ങനെ ഇടിക്കും, അപ്പൊ പ്രഷർ കൂടുതലാണ്. അതുപോലെ അവരുടെ ലെങ്സിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ ലെങ്സിന്റെ ഉള്ള അകത്തുള്ള എയർ എന്ത് ചെയ്യും? ഇതുപോലെയോ ചുരുങ്ങി, പ്രഷർ കൂടുതലല്ലേ. അപ്പോ സ്കൂബ ഡൈവേഴ്സ് മുകളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കുന്ന സാധനം പറയുന്നത്, മുകളിലേക്ക് വരുമ്പോൾ അവരുടെ ലെങ്സിനുള്ളിലുള്ള എയർ ഉണ്ടല്ലോ അത് ചെറുതായിരിക്കും, മുകളിലേക്ക് വരുന്നതോറും അത് വലുതാവും, കാരണം പ്രഷർ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇതേപോലെയാവും അതിൻ്റെ ഉള്ളിൽ. ക്ലിയർ ആണ്? ക്ലിയർ ആണ് മക്കളെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കും. ഇപ്പൊ ചന്ദ്രൻ, പൂർണ്ണ ചന്ദ്രൻ ഉണ്ടാവുന്ന സമയത്ത് വേലിയേറ്റം ഉണ്ടാവും, അല്ലെ? കടലിലെ വെള്ളമൊക്കെ ഇങ്ങനെ പൊങ്ങും, പുഴയിലൊക്കെ വെള്ളം എവിടെയുണ്ടോ അവിടേക്ക് അത് സംഭവിക്കും. വെള്ളം എവിടെയുണ്ട്? നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും.
അതുകൊണ്ട് ശിവരാത്രിയൊക്കെ ഉറക്കം എഴുന്നേറ്റ് നിന്ന് ഉറങ്ങാതെ ഉല്ലാസപരമായി നിൽക്കുന്ന പറയും. അപ്പൊ പ്രകൃതിയിൽ ഉണ്ടാവുന്ന ഈ ഒരു മാറ്റം നമ്മുടെ ബോഡിയെ സ്വാധീനിക്കുന്നത് നമ്മൾ ഈ പ്രകൃതിയിലുള്ളതാണ്. നമുക്ക് ജീവനുണ്ടെന്ന് വിചാരിച്ച് നമ്മളിൽ അകത്തുള്ള ഈ വെള്ളത്തിന് ജീവനില്ല. വെള്ളം കടലിലുണ്ട്, പുഴയിലുണ്ട്, ബക്കറ്റ് എല്ലായിടത്തും ഉണ്ട്, നമ്മളിലുണ്ട്. മനസ്സിലായോ? നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അതിനകത്തേക്ക് നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് അതിനകത്ത് മുഴുവൻ വെള്ളം സ്വീകരിക്കും. മനസ്സിലായോ പറയുന്നത്? അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിലെ ഓരോ തന്മാത്രകളിലും അത് ശേഖരിച്ചു. ഓക്കെ, അപ്പോ നമ്മുടെ ശരീരത്തിന്റെ ലെങ്സിനകത്ത് എയർ ഉണ്ട്. അപ്പൊ നമ്മൾ വെള്ളത്തിന് അടിയിൽ പോകുമ്പോൾ നമ്മുടെ ലെങ്സിനകത്ത് ആണെന്ന് വിചാരിച്ച് എയർ ഇല്ലാതാവുന്നില്ല. അപ്പൊ ഇവിടെ പ്രഷർ താഴേന്ന് ചെലുത്തുമ്പോൾ എയർ ചുരുങ്ങി ഇരിക്കുന്നു. നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് വരുമ്പോഴത്തേക്കും അത് വരുത്താം. അപ്പൊ ഒരു സ്കൂബ ഡൈവർ ആവേശമത്ത് ഞാൻ ആദ്യം എത്തും പറഞ്ഞു വേഗം മുകളിലേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? അയാൾ ചത്തു. അതെന്തുകൊണ്ടാ? അയാൾ പെട്ടെന്ന് വരുമ്പോ ഈ കുഞ്ഞു കുമ്പള പെട്ടെന്ന് വരുന്ന എങ്ങനെ സംഭവിക്കും? ലെങ്സ് ഇതായിട്ട് തട്ടിപ്പോവും. മനസ്സിലായോ? തട്ടിപ്പോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഇൻജുറീസ്. ഇതറിയാവുന്ന, ഈ സയൻസ് അറിയാവുന്ന സ്കൂബ ഡൈവേഴ്സ് മുകളിലേക്ക് വരുമ്പോൾ പതുക്കെ വരും. മനസ്സിലായി? മാക്സിമം എയർ പുറത്തേക്ക് വിടും. എന്നിട്ട് പുറത്തേക്ക്, അല്ലാതെ വലിച്ചു കയറ്റിയിട്ടല്ല വരാം. ഓക്കെ, അത് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് സാർ കണ്ടിട്ടില്ല. സാർ അതിന്റെ സയൻസ് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പഠിക്കുന്നതിന് നമ്മുടെ ചുറ്റുപാടുള്ള പ്രതിഭാസങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്തുവാൻ കൂടിയാണല്ലോ സയൻസ് പഠിക്കുന്നത്. അപ്പോ ഇവിടെ അവർ മുകളിലേക്ക് വരുമ്പോ അവര് പതുക്കെ വരാൻ കാരണം പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി വോളിയം ഇൻക്രീസ് ചെയ്യുന്ന അവർക്ക് അറിയാം. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോ ഇതേപോലെ വെള്ളത്തിനടി പോകുന്ന പോലെ തന്നെയാണ് നമ്മള് എവിടെ പോകുന്നത്? ഹിമാലയത്തിന്റെ മുകളിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോ അവിടെ എയർ ഇല്ല, പ്രഷർ കുറവാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അതനുസരിച്ചിട്ട് വേണം അവിടെയുള്ള സ്യൂട്ട് ധരിച്ച് പോകാനായിട്ട്. അതുപോലെ ഇറങ്ങും. അങ്ങനെ നമ്മുടെ ചുറ്റുപാട് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പല പ്രതിഭാസങ്ങളിലും ഗ്യാസ് സ്റ്റേറ്റ് ഒരു വലിയ ഘടകമാണ്. അതിനെക്കുറിച്ച് അറിവില്ലാത്തവര് അപകടത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ടാണ് മക്കളെ 10ാം ക്ലാസ്സിൽ നിങ്ങളെ ഗ്യാസ് എന്താണ്, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമല്ല. ഇനി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് എന്ത് വെച്ചിട്ടായിരിക്കും? ബലൂൺ വെച്ചിട്ടായിരിക്കും. നമുക്ക് ബലൂണിനെ കുറിച്ച് പറയാം. ഓക്കെ, സാറിന്റെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ട്. ബലൂണിൽ നമുക്കറിയാലോ, തീർച്ചയായിട്ടും നമ്മളാണ് ബലൂൺ വീർപ്പിക്കുന്നത്. അല്ല, ബലൂൺ വീർപ്പിക്കുന്നത് എങ്ങനെയാണ്? വീർപ്പിച്ചിട്ട് ബർത്ത്ഡേ ഒക്കെ നമ്മൾ കെട്ടി തൂക്കിയിടും അല്ലെ. അപ്പൊ ഇതിനകത്തേക്ക് നിങ്ങൾ എന്തോരം പാർട്ടിക്കിൾസ്, ഇതൊക്കെ പാർട്ടിക്കിൾസ് ആണ്, ഓരോരോ പാർട്ടിക്കിൾസ് ആണ്. ഈ പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിന്റെ വോളിയം സൈസ് കൂടും. അപ്പൊ പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിന് സാർ എണ്ണം സൂചിപ്പിച്ചാൽ whenever the n increases, volume increases. ശരിയോ? അപ്പൊ നിങ്ങൾ പുതിയൊരാളെയും കൂടി പഠിച്ചു. n. ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വോളിയത്തെ കുറിച്ചും പ്രഷറിനെ കുറിച്ചുമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് n എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം മക്കളെ? പാർട്ടിക്കിൾസിന്റെ എണ്ണം, നമ്പർ ഓഫ് എന്താണ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ബലൂൺ വീർപ്പിക്കുമ്പോ ഇതിന്ന് എന്റെ വായിൽ നിന്ന് വരുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ബലൂണിന്റെ സൈസ് കൂടി എന്ന് പറഞ്ഞാൽ വോളിയം കൂടി. അപ്പൊ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വായു പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടിയ വോളിയം കൂടും. അപ്പോ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, n കൂടുമ്പോ വോളിയവും കൂടും. വേറൊരു റിലേഷൻ ഒന്നല്ല. ഓക്കെ, പിന്നീട് നിങ്ങൾ കുറിച്ച് പഠിക്കുക, അവകാശം പഠിക്കും. അപ്പൊ n കൂടുമ്പോ വോളിയം കൂടും, അത് മനസ്സിലായി. ശരി, ഈ ബലൂൺ നിങ്ങൾ കൊണ്ടുവന്ന് വെയിലത്ത് വെച്ചില്ലേ? ചുമ്മാ വെയിലത്ത് ഇങ്ങനെ കുറച്ചൊക്കെ പറയാൻ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താണ്? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ബലൂൺ പൊട്ടിയത്? പെട്ടെന്ന് പൊട്ടിപ്പോയി വെയിലത്ത് വെച്ച്. ആ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെയിലത്ത് വെക്കുമ്പോ എന്താ സംഭവിക്കുക? വെയിൽ എന്ന് പറഞ്ഞാൽ ചൂട് അല്ലെ. ചൂട് എന്ന് പറഞ്ഞാൽ എനർജി. ഈ എനർജി ബലൂണിലെ മേത്ത് വന്നിരിക്കും, അതിന്റെ ഉള്ളിലേക്ക് പോകും. ഹീറ്റ് എനർജി കിട്ടി കഴിഞ്ഞാൽ പാർട്ടികളിൽ എനർജി കിട്ടി. അവരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ. അവർ വന്നിട്ട് ഈ പറഞ്ഞ ബലൂണിന്റെ വാൾസിലേക്ക് വന്നിരിക്കും. ബലൂൺ വികസിക്കും. കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഒരു പരമാവധി വികസിച്ചു, ഇനി വികസിക്കാൻ കഴിയില്ല, പൊട്ടിപ്പോകും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ടെമ്പറേച്ചർ, അതായത്
നമ്മൾ കൈനറ്റിക് മോളിക്കുലർ തിയറി പഠിച്ച ആൾക്കാരല്ലേ? അവിടെ നമ്മളൊരു കാര്യം പഠിച്ചല്ലോ, ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും അല്ലേ? അപ്പോ അവിടെ ഇവര് വന്ന് എന്ത് ചെയ്യും? ഇവിടെ ഇടിച്ച് ഇതങ്ങോട്ട് വലുതായി. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോ ആ വോളിയം കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം കൂടി അതിനകത്ത് മനസ്സിലാക്കി, ഈ വോളിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചർ എന്നൊരു കാര്യം കൂടിയാണ്. അപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞാലോ വോളിയം കുറയും ചെയ്യും. ക്രിസ്മസിന്റെ അന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ട്രീയിലൊക്കെ ബലൂണൊക്കെ ദിക്കറാക്കിയിട്ട് സന്തോഷത്തോടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ വന്ന് ബലൂണൊക്കെ നോക്കിയപ്പോ ബലൂണൊക്കെ അപ്പൊ നമ്മൾ പിടിച്ച് നെക്കി നോക്കി. ഇന്നലെ ഡേ എന്നിരുന്ന ആളാണ് നെക്കി നോക്കിയപ്പോ എന്നാ പൊട്ടിക്കാൻ വിചാരിച്ചു, പൊട്ടണില്ല, ഒരു സൈഡിലേക്ക് അല്ലേ? എന്താ എടാ, രാത്രി മുഴുവൻ തണുപ്പായിരുന്നു. നീ തണുപ്പ് കേട്ടപ്പോഴത്തേക്കും പാർട്ടിക്കിൾസിന്റെ എനർജി എന്നൊക്കെ പറഞ്ഞാൽ അല്ല. അങ്ങനെ നിങ്ങളുടെ ചുറ്റുപാടും തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യം. ഓക്കെ, അപ്പോ അവിടെ ടെമ്പറേച്ചർ ആണ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ. ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ വോളിയം കുറയും, അത്രേ ഉള്ളൂ. ടയറിൽ നമ്മൾ എന്താ കാറ്റ് നിറച്ചിട്ട് വെയിലത്തുണ്ടെന്ന് വെച്ചാൽ ടയർ പൊട്ടി. ഒരു പരമാവധി വരെയൊക്കെ ടയർ വികസിക്കുക, അത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ടയർ എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യാതെ ഓരോ എക്യുപ്മെന്റ്സും ഉണ്ടാക്കും, പരാജയപ്പെടും. അപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമുക്കറിയാം ബലൂൺ ഉണ്ടാക്കിയ വെയിലത്ത് വെക്കരുത് അല്ലെ? അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി മുന്നോട്ട് പോകും. എല്ലാത്തിന്റെയും പിന്നിൽ ഒരു സയൻസ് ഉണ്ടാവും. അതെന്താണെന്ന് അന്വേഷിക്കാനുള്ള ത്വര അത് വേണം. അതല്ലാതെ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ച് ലൈവ് ഒക്കെ കണ്ട് തലേ ദിവസം ലൈവ് മാത്രം കണ്ട് എനിക്ക് പോവാന്നൊക്കെ ഞാൻ കോൺഫിഡൻസോടെ അത്രയും ദിവസം കളിച്ചിടുന്നു അങ്ങനെ പരീക്ഷിക്കുന്നവരൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാവും. കാരണം അങ്ങനെ ഇനി കിട്ടില്ല. അതല്ല ഇനി ചെയ്യേണ്ടത്. ഓരോന്ന് കൃത്യമായി മനസ്സിലാക്കി എഴുതി വെച്ച് നോട്ട് സ്വന്തമായിട്ട് പഠിക്കും. സെൽഫ് സ്റ്റഡി. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഒരാളെ നിർബന്ധിപ്പിച്ച് എഴുതിപ്പിച്ച് ഇമ്പോസ് അതൊന്നും നടക്കില്ല. സ്വന്തമായിട്ട് പഠിക്കാതെ ഇനി മാർക്ക് കിട്ടില്ല. അപ്പോ ഇവിടെ സാറ് നിങ്ങളുടെ മുന്നിലേക്ക് 4 പ്രധാനപ്പെട്ട അക്ഷരങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ആദ്യത്തെ എക്സാമ്പിളിലൂടെ സാറ് നിങ്ങളെ വോളിയത്തിനെയും പ്രഷത്തിനെയും പരിചയപ്പെടുത്തി. അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, വി എന്നൊരു അക്ഷരമുണ്ട്, പി എന്നൊരു അക്ഷരമുണ്ട്. രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ ഇൻഹലേഷനും എക്സലേഷനും എടുത്തപ്പോഴും അവിടെയും വോളിയം പ്രഷറും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മൂന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ എന്താ എടുത്തത്? നമ്മളെടുത്തത് ബലൂൺ നിർമ്മിച്ചത്. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് മോൾ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മോൾ ആണ്, അതിന്റെ യൂണിറ്റ് മോൾ ആണ്. നാലാമത് പറഞ്ഞ ഈ ബലൂൺ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ വെയിലത്ത് വെച്ചു, അപ്പൊ ചൂട് കൂടി ബലൂൺ വലുതായി പൊട്ടി. വോളിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണ്? ടെമ്പറേച്ചർ ആണ്. മക്കളെ, ഈ 4 പേരെയാണ് നമുക്ക് കണ്ടുകൊണ്ട് അളക്കാൻ പറ്റത്തുള്ളൂ. ഗ്യാസിനെ നമുക്ക് കാണാനൊന്നും പറ്റൂല. കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് പക്ഷെ അതിന്റെ വോളിയം കണ്ടുപിടിക്കാം, ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം, പ്രഷർ കണ്ടുപിടിക്കാം, അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നും എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്നും കണ്ടുപിടിക്കാം. സോ ഈ പാർട്ടിക്കിൾസിനെ കണ്ടുപിടിക്കുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? അതിന്റെ വെയിറ്റ് ആണ് കിട്ടുന്നത്. ഇപ്പൊ ഒരാളുടെ വെയിറ്റ് 5 കിലോ ഉണ്ട്. നിങ്ങൾ കണ്ടെത്തിയത് 100 പേരുണ്ടെന്നാണ്. 100 × 5 500 കിലോ, ഈസി. അപ്പൊ പാർട്ടിക്കിൾ എന്ന് സാറ് പറയുമ്പോൾ അതിന്റെ മീനിങ് അതിന്റെ മാസ്സാണ്, വെയിറ്റ് ആണ്. കിട്ടിയല്ലോ? പ്രഷർ എന്ന് സാറ് പറയുമ്പോൾ ഈ പാർട്ടിക്കിള് അതിന്റെ വാൾസ്, ബലൂണിനെ കുറിച്ച് വാൾസ് ചെലുത്തുന്ന ബലമാണ് പ്രഷർ. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടിക്കിൾ ഓടിപ്പോകുന്ന കൈനറ്റിക് എനർജി. വോളിയം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിക്കിൾ ഇരിക്കുന്ന സ്ഥലമാണ്. The space occupied by സ്പേസിൽ എത്ര സ്ഥലത്താണോ അവരുള്ളത് അതാണ് അതിന്റെ വോളിയം. ശരിയല്ലോ? അപ്പൊ ഈ 4 ഘടകങ്ങൾ, 4 അക്ഷരങ്ങൾ സാർ എഴുതാൻ പോവാണ്. അത് മെമ്മറിയിലേക്ക് കൊടുക്കുക. പൂജക്ക് ഇപ്പൊ കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നല്ലേ? അപ്പോ നന്നായി പ്രാർത്ഥിച്ച് പുതിയൊരു ലെസൺ ഒക്കെ തുടങ്ങാൻ, പഠിക്കാനൊക്കെ റെഡി ആയിട്ട് വന്നേക്കാണല്ലോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കട്ടാ. നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയും എന്നുള്ളത് കൊണ്ട് തന്നെ ക്ഷമയോടെ അവസാനം ധരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയി കാണാം, എനിക്കറിയാം.
പക്ഷെ നിങ്ങൾക്ക് മിസ്സാവുന്നത് ചിലപ്പോൾ ഒരു സെന്റൻസ് ആയിരിക്കും. ആ സെന്റൻസ് ആയിരിക്കും ഒരു പക്ഷെ നിങ്ങളെ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി സെന്റൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു ബുക്ക് വായിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ലൈനേ ഉണ്ടാവും. നിങ്ങൾ പോയി ടെക്സ്റ്റ് എടുത്ത് വായിച്ചോ, ഒരു പേജേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് കൊണ്ട് അത് കഴിയും. അതല്ല കേട്ടാ. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു സാറ്, പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞു സാറ്, ടെമ്പറേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു സാറ്, വോളിയം ഉണ്ടെന്ന്. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചാനൽ ഉണ്ട് കേട്ടോ. യൂട്യൂബിലൊക്കെ നമ്മൾ കാണാം, TV ചാനൽ NDTV കേട്ടിട്ടുണ്ടാവും. NDTV എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, നമ്മൾ ഏഷ്യാനെറ്റ് എന്നൊക്കെ പറയണ പോലെ. അപ്പൊ നിങ്ങൾ മനസ്സിലായത് ഒരു ചാനലാണ്. NDക്ക് പകരം നിങ്ങൾ താഴെ വെച്ചാൽ എന്ത് NPTV കേട്ടാ. അതുപോലെ തന്നെ ഇവിടെ NPTV. ക്ലിയർ? ഇതിനകത്ത് ഓരോന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? N റെപ്രസെന്റ് നമ്പർ ഓഫ് എന്താണ് പാർട്ടിക്കൽ, ഓർ എന്ത് പറയാം, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് എന്താണ് സബ്സ്റ്റൻസ്, അതായത് അതിനകത്തുള്ള അവരുടെ അളവ്. അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാം യൂണിറ്റ് ആയിട്ട് മോൾ, ഇത്ര മോൾ, 5 മോൾ, 6 മോൾ എന്നൊക്കെ പറഞ്ഞാൽ അത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ? ഇനി പി എന്താണ്? പി സൂചിപ്പിക്കുന്നത് പ്രഷർ. നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ. പ്രഷർ പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് മനസ്സിലാക്കി വെച്ചോളണം? ഫോഴ്സ് പെർ ഏരിയ. അതായത് നമ്മുടെ ബലൂണിനകത്തുള്ള പാർട്ടിക്കിൾസ് ഇതിന്റെ വാൾസിൽ ചേർത്തുന്ന ഒരു ബലമുണ്ട്, അതാണ് ഈ പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ടി ടെമ്പറേച്ചർ. എന്താ ടെമ്പറേച്ചർ മക്കളെ? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. നിങ്ങൾ പഠിച്ചില്ലേ അക്കോർഡിംഗ് ടു കൈനറ്റിക് മോളിക്കുലർ തിയറി, collision theory, particles collide each other and they also collide the walls of the container. Okay, clear? Why? Because they have more kinetic energy. കൂടുതൽ kinetic energy. കിട്ടിയോ? അപ്പോ അവരുടെ കൈനറ്റിക് എനർജിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. വെറും കൈനറ്റിക് എനർജി അല്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ് ആവറേജ് കൈനറ്റിക്. ഓക്കെ, സാറിന്റെ ചാനലിൽ ഇത് എന്തുകൊണ്ടാണ് ആവറേജ് കൈനറ്റിക് എനർജി ടെമ്പറേച്ചർ ആയിട്ട് മാറുന്നത് എന്നുള്ളൊരു വീഡിയോ ഒരു 5 വർഷം മുന്നേ സാർ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ വീഡിയോ, വലിയൊരു കഥയെടുത്ത് ആവറേജ് ടെമ്പറേച്ചർ അറിയാനായിട്ട് ഒരു സെർച്ച് ചെയ്തത് കണ്ടുപിടിക്കും. ലിങ്ക് ഞാൻ കൊടുക്കൂല. ഓക്കെ, യെസ്. അപ്പൊ ആവറേജ് കൈനറ്റിക് എനർജി നമ്മൾ ചാനലിൽ കയറി നോക്കും. അത്രയ്ക്ക് ആഗ്രഹമുള്ളവർ അല്ലാത്തത് പഠിച്ചു വെക്കുക. കൈനറ്റിക് മോളിക്കുലർ തിയറി അനുസരിച്ച് ആവറേജ് കൈനറ്റിക് എനർജി. അടുത്തത് നമ്മൾ പഠിച്ചത് വോളിയം. ഇവനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടാ. വോളിയം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾസിനെ നിൽക്കുവാനുള്ള സ്ഥലം, അതാണ് വോളിയം. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് ലീക്ക് ആയി ദൈവം അങ്ങനെ ആവാതിരിക്കട്ടെ. ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ലേ, ഗ്യാസ് നിങ്ങളുടെ മുറിയിലൊക്കെ നിറഞ്ഞു. അപ്പൊ അത് എവിടെയൊക്കെ നിറഞ്ഞു, അതാണ് ഗ്യാസിന്റെ വോളിയം. ഗ്യാസിന്റെ വോളിയത്തിന് ഫിക്സഡ് അല്ല, അത് ഏത് കണ്ടെയ്നറിലാണോ ആ കണ്ടെയ്നറിന്റെ വോളിയം അത് എടുക്കും, അതാണ് സത്യം. കിട്ടിയോ? പക്ഷെ സോളിഡ് എങ്ങനെയാണോ? അല്ല, സോളിഡ് ഒരു ഫിക്സഡ്. ഇപ്പൊ 5 കിലോ ശർക്കരയെടുത്ത് 5 കിലോ തന്നെ ഉണ്ടാവും, അതവിടെ വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും. ഫിക്സഡ് ഷേപ്പാണ്. ഉണ്ടാണെങ്കിൽ ഉണ്ടായിരിക്കും, തല്ലിപ്പൊട്ടിച്ചാൽ തല്ലിപ്പൊളിഞ്ഞാൽ. അപ്പൊ സോളിഡിന് കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ട്, വോളിയം ഉണ്ട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഗ്യാസ്. എപ്പോഴും സോളിഡിന് ഓപ്പോസിറ്റ് ആണ് ഗ്യാസ്. ഇതൊന്നുമില്ല, ഷേപ്പും ഇല്ല, വോളിയം ഇല്ല. ഗ്യാസിന് പ്രത്യേകിച്ച് ഗ്യാസ് ഏത് പാത്രത്തിൽ നിറയ്ക്കുന്നോ അവിടെ ഇരിക്കും. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവും അല്ലെ, ഹൈ പ്രഷർ കൊടുത്തിട്ട് ഗ്യാസ് അതിനകത്ത് നിറച്ചു വെച്ചേക്കുന്നത്. നമ്മുടെ LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, അതായത് ഗ്യാസിനെ കംപ്രസ് ചെയ്ത് അടുപ്പിച്ച് കൊണ്ടുവന്ന് ലിക്വിഡ് ആക്കി വെച്ചിരിക്കും. അപ്പൊ ഗ്യാസിന് ഒരു പ്രത്യേകം ഫിക്സഡ് ആയിട്ടുള്ള വോളിയം ഇല്ല, ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പും ഇല്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. സോളിഡിന്റെ നേരെ ഓപ്പോസിറ്റ്. ലിക്വിഡിന് അങ്ങനെയല്ല, വോളിയം ഉണ്ട്. ഇപ്പൊ ഞാൻ 5 ലിറ്റർ പാലെടുത്തിട്ട് 10 ലിറ്ററിന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ അത്ഭുതം സംഭവിച്ച് 10 ലിറ്റർ പാത്രം നിറയെ പാലുണ്ടാവോ? ഇല്ല, അത് 5 ലിറ്റർ തന്നെ ഉണ്ടാവും അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്ത് സുഖമായിരുന്നല്ലേ. 1 ലിറ്റർ 10 ലിറ്ററിന്റെ പാത്രം വാങ്ങിച്ചാൽ അതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നിറഞ്ഞു കഴിഞ്ഞാൽ 10 ലിറ്റർ പാലായി എന്ന് പറയാം. അങ്ങനെ ആവില്ല. അപ്പൊ അതിന്റെ വോളിയം സെയിം ആയിരിക്കും, പക്ഷെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ നിന്ന് നമ്മൾ ഒഴിക്കുന്ന പാത്രത്തിന്റെ ഷേപ്പിലേക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന ലിക്വിഡ് മാറും. നമ്മൾ ലിക്വിഡിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ ലിക്വിഡിനെ പോലെ ആകണം എന്ന് പറയും.
പുഴയൊക്കെ അങ്ങനെയല്ലേ, പുഴ ഇങ്ങനെ ഒഴുകും അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് കണ്ട പുഴയാണോ നാളെ കാണുന്നത്? അല്ല. നമ്മൾ നോക്കി ഇന്നലെ കണ്ട പുഴ തന്നെയല്ല. അങ്ങനെയല്ല. നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോൾ ആ പുഴ പോയി, ഇപ്പൊ വേറെ പുഴയാണ്. അപ്പൊ ജീവിതം അങ്ങനെയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ജീവിതമല്ല നാളെ ഒരു സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കും. സ്വഭാവങ്ങൾ മാറും, ആളുകളുടെ പെരുമാറ്റങ്ങൾ, നമ്മളോട് പെരുമാറ്റം, നമ്മൾ സ്നേഹം കാണിച്ചവർ ദേഷ്യപ്പെടും, ദേഷ്യപ്പെടുന്നവർ സ്നേഹം കാണിക്കും, അങ്ങനെ പലതും ഉണ്ടാവും. ഓക്കെ, എന്തൊക്കെ സംഭവിച്ചാലും ശരി വെള്ളത്തെ പോലെ ആവാം. അതായത് ഒരു കല്ലുണ്ടെങ്കിൽ വെള്ളം എന്താ ചെയ്യുക? കല്ലിന് അയ്യോ അങ്ങനെയല്ല, വെള്ളം ഒഴുകിയാണ്. മനസ്സിലായ? അപ്പൊ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മളൊരു കല്ലിൽ തട്ടി വീഴും. എന്തൊരു കല്ല്, പിന്നെയും നമ്മൾ അതിൽ വരുമ്പോൾ പിന്നെയും തട്ടി വീഴും. അങ്ങനെ വീഴാൻ പാടില്ല. അതായത് ഒരു കല്ലില് ഒരു തവണ തട്ടാൻ പാടില്ല. നമുക്ക് എല്ലാവർക്കും ഒരു അവസരം കൊടുക്കും. അതായത് നമ്മളെ പറ്റിക്കാൻ, നമ്മളെ വഞ്ചിക്കാൻ ഒരവസരം. രണ്ടാമത് കൊടുക്കരുത്. രണ്ടാമത് കൊടുത്താൽ നിങ്ങൾ ഒരു വിഡ്ഢിയാണ്, മണ്ടരാണ്. മനസ്സിലായോ? ഒരേ കല്ലിൽ തട്ടി 2 പ്രാവശ്യം വീഴുന്നവൻ ഒരു പമ്പര വിഡ്ഢിയാണ് എന്നാണ് ചൈനീസ് പഴം. അപ്പൊ കഴിഞ്ഞ തവണ കുറെ മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടാണ് ഈ തവണ പലതിലും മാർക്ക് പോയത്. വീണ്ടും അതേപോലെ തന്നെ പഠിക്കാൻ, അത് തന്നെ കിട്ടും. അപ്പൊ ഇതിനെ ആലോചിക്കുക, കഴിഞ്ഞ തവണ ഞാൻ പഠനത്തിന് പകരമായിട്ട് എന്തെല്ലാം ആക്ടിവിറ്റീസിലേക്ക് പോയി. ചിലവര് മൊഹബത്തിലേക്ക് പോയി, അതിന്റെ ഫലമായിട്ട് പല ചാറ്റിങ്ങിലും ചീറ്റിങ്ങിലൊക്കെ ചെന്ന് വിട്ട്. ചിലവർ അങ്ങനെയല്ല, വെറുതെ കുറെ സമയം വേസ്റ്റ് ചെയ്തു. ചിലവര് എന്താണ്, ഒന്നും ചെയ്യില്ല, ഇതൊന്നിനുമില്ല, പക്ഷെ എന്താണ്, പഠിക്കില്ല. അപ്പൊ അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ അത് തന്നെ കിട്ടുള്ളൂ. അപ്പൊ അതിന് വ്യത്യാസം വരുത്തണം. ഒരേ കളിയിൽ 2 പ്രാവശ്യം തട്ടരുത് കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ ഈ 4 പേരെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി. ഇനിയാണ് നമ്മുടെ കളി വരുന്നത്. ഓക്കെ, ആർ യു റെഡി? യെസ്. അപ്പൊ ഇതിനെ കുറിച്ച് പഠിച്ച സയന്റിസ്റ്റിന്റെ റോബർട്ട് ബോയിൽ 1622, ഏകദേശം 363 വർഷങ്ങൾക്ക് മുമ്പ്. ആലോചിച്ച് നോക്കി, പുള്ളിക്കാരൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ 363 വയസ്സേ. അതായത് നമ്മളിപ്പോ നമ്മുടെ സാറ് ജനിച്ച്, അല്ലെങ്കിൽ നിങ്ങളല്ല, നിങ്ങൾ ഇന്ന് ജനിച്ചു പോയാൽ നിങ്ങൾ 100 വയസ്സ് ചത്തുപോയി, വീണ്ടും നിങ്ങൾ ജനിച്ച് 100 വയസ്സ് ചത്തുപോയി, വീണ്ടും നിങ്ങൾ ജനിച്ച് 100 വയസ്സ് ചത്തുപോയി, വീണ്ടും നിങ്ങൾ ജനിച്ച് 63 വയസ്സാവും. അത്രയും സമയം, അത്രയും കാലം മുന്നേ ഇത് കണ്ടുപിടിക്കുന്നത്. അതാണ് ഇപ്പൊ പഠിക്കുന്നത്. എന്നിട്ട് എന്തൊരു പാട് കുന്തം. അത്രയും കാലം മുന്നേ ഇവിടെ ഒരു ഡെവലപ്മെന്റും ഇല്ല, ഒരു യൂട്യൂബില്ല, ഒന്നുമില്ല. എന്നിട്ട് പുള്ളി കണ്ടുപിടിച്ച് ആ സാധനം ഇപ്പൊ പഠിക്കാൻ പാടാന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണ്. 361 വർഷം മുന്നേ ഒരാൾ കണ്ടുപിടിച്ച സാധനം ഇപ്പോഴും മനസ്സിലാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇടി കൊടുക്കണം. ഇപ്പൊ എന്തോരം ഡെവലപ്പായി നമ്മ. അപ്പൊ അത് വളരെ ഈസിയാണ്, മനസ്സിലാക്കണം. അതിനെ വെച്ച് പ്രോബ്ലം ചോദിക്കും കേട്ടാ, ഇക്വേഷൻസ് അറിയണം. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇതൊക്കെ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പോ അത് മനസ്സിലാകുന്നതിന് മുന്നെയാണ് സാറ് പറഞ്ഞത് ഇവരെ 4 പേരെയും കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് ദ ബിഗ് ത്രീ. ബിഗ് ത്രീ ആരൊക്കെയാണ്? പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം. അപ്പൊ നമുക്ക് ആദ്യം വോളിയത്തെ കുറിച്ച് പഠിക്കാം. വോളിയം. അപ്പൊ മക്കളെ, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വോളിയത്തെ കുറിച്ചാണ്. വോളിയത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. വോളിയത്തിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ വി. സോ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലെറ്റർ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ വി. അതിന്റെ യൂണിറ്റ് നമ്മൾ 10 ലിറ്റർ പാല്, 5 ലിറ്റർ പാൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ലിറ്റർ ആണ് നമ്മൾ സാധാരണ ജീവിതത്തിൽ. പക്ഷേ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അതല്ല. സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് 7 യൂണിറ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിനകത്ത് നമ്മൾ ഒരിക്കലും എന്താണ് ലിറ്റർ അല്ല ഉപയോഗിക്കുന്നത്. അതെന്താ അങ്ങനെ? കാരണം നമ്മളിപ്പോ ഒരു ചതുരക്കട്ട എടുത്തു വിചാരിക്കും. ആ ചതുരക്കട്ടയുടെ നീളവും വീതിയും നമ്മൾ 1 മീറ്റർ വെച്ചെടുത്തു. ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻസ് മാസ് അനുസരിച്ച് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ഏതൊരു സാധനത്തിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഹൈറ്റുമുള്ള ഒരു കട്ടയുടെ വോളിയത്തിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് വോളിയമായിട്ട് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ഇതൊന്ന് എല്ലാം മീറ്റർ ആണേ. അപ്പൊ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് എന്ന് വരാം. അപ്പൊ മീറ്റർ ക്യൂബ് ആണ് SI യൂണിറ്റ്. അപ്പൊ യൂണിറ്റ് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് SI യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തത്. അതുകൊണ്ട് സാർ അത് എഴുതാൻ പ്രത്യേകം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ സാധാരണ യൂസ് ചെയ്യുന്ന കോമൺലി യൂണിറ്റ് എന്താണ്? ലിറ്റർ ആണ്. പക്ഷെ സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് നമ്മൾ വേൾഡ് വൈഡ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ ക്യൂബേ കിട്ടത്തുള്ളൂ. അവിടെ പോയി ലിറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി വരില്ല. നമ്മളവിടെ പോയിട്ട് എന്താണ് 2 ബക്കറ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല.
പക്ഷെ 2 മീറ്റർ ക്യൂബ് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, യെസ്. അപ്പോ നമ്മളത് മനസ്സിലാക്കി, യൂണിറ്റ് മനസ്സിലാക്കി, അതിന്റെ സിമ്പിൾ മനസ്സിലാക്കി. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം എടുത്താൽ ആ പാത്രത്തിൽ നമ്മൾ എത്ര ലിറ്റർ വെള്ളം എടുത്തു അത്രയും ലിറ്റർ അവിടെ ഉണ്ടാവും. ഉദാഹരണമായിട്ട് 2 ലിറ്റർ വലിപ്പമുള്ള ഒരു പാത്രത്തിലെ പാല് 5 ലിറ്റർ വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ വോളിയം കൂടൂല. ആ 2 ലിറ്റർ പാല് തന്നെയാണ് അവിടെ ഉണ്ടാവും. സോ വോളിയം ഫിക്സ്ഡ് ആണ്. കിട്ടിയോ? അപ്പൊ ഇവിടെ എന്താ പറയണത്? വോളിയം ഓഫ് ദ ഗ്യാസ് എങ്ങനെയാണ്? വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് കെപ്റ്റ്. പക്ഷെ ഗ്യാസിന്റെ കേസിൽ അങ്ങനെയല്ല. ലിക്വിഡിന്റെ കേസിലാണ് സാറ് പറയുന്നത് വോളിയം ഫിക്സ്ഡ് ആണ്. ഗ്യാസിന്റെ കേസിൽ വോളിയം ഫിക്സ്ഡ് അല്ല. നോക്കിക്കോ, ഉദാഹരണമായിട്ട് നിങ്ങളിൽ ഒരു പാത്രമുണ്ട്. ആ പാത്രത്തില് എത്രയാണ്? ഒരു 2 ലിറ്റർ ഗ്യാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഓക്സിജൻ. ഇത് നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക്, അതായത് ഒരു 5 ലിറ്റർ വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഈ ഓക്സിജനെ പകർത്തി അടച്ചു. ഇപ്പൊ ഇതിന്റെ വോളിയം എത്രയാണ്? ഈ 2 ലിറ്റർ എന്നുള്ളത് എന്തായിട്ട് മാറും? 5 ലിറ്റർ ആയിട്ട് മാറും, അല്ലെ? അപ്പോ വോളിയം ഓഫ് ദ ഗ്യാസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് കെപ്റ്റ്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ സൂക്ഷിക്കുന്നത് ആ പാത്രത്തിന്റെ വോളിയം ആയിരിക്കും ഗ്യാസിനുള്ളത്. നമ്മൾ വോളിയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ ഗ്യാസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ബട്ട് ലിക്വിഡിന്റെ കേസിൽ അങ്ങനെയല്ല. നിങ്ങൾ 2 ലിറ്റർ പാല് 5 ലിറ്ററിന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചാലും അവിടെ 2 ലിറ്റർ തന്നെ ഉള്ളൂ. അപ്പോ ഗ്യാസിൽ മക്കളെ പഠിച്ചു വെക്കേണ്ട 2 പ്രധാനപ്പെട്ട പോയിന്റ്: നോ ഷേപ്പ്, ഷേപ്പ് ഇല്ല. നോ ഫിക്സ്ഡ് വോളിയം. ഓക്കെ, വോളിയം ഇല്ലെന്നല്ല, ഫിക്സ്ഡ് വോളിയം ഇല്ല. മനസ്സിലായോ? അതാണ് നമ്മൾ സ്പ്രേ അടിക്കുമ്പോഴേക്ക് ഇവിടെ എല്ലായിടത്തും ഈ മണമൊക്കെ പകരുന്നത്. നമ്മൾ നല്ല മണത്തിലെ തോന്നുന്ന കാരണം അതിന്റെ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ഥലമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്യാസിന്റെ വോളിയത്തിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഹൗ ടു ഡിഫൈൻ ദ വോളിയം? ഇത് എവിടെയാണോ ഇരിക്കുന്നത്, എവിടെയാണോ ഉള്ളത്, എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, അതാണ് അതിന്റെ വോളിയം. അപ്പൊ അതെങ്ങനെ പറയാം? ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് വോളിയം. ഗ്യാസിന്റെ വോളിയത്തെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ സ്പേസ് occupied by a substance, it may be gas or anything, is called volume. അപ്പൊ എന്താണ് മക്കളെ വോളിയം? ദ സ്പേസ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ആ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളിയം എന്ന് പറയുന്നത്. ആർക്കിമിഡീസിന്റെ ഒരു തത്വമുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആർക്കിമിഡീസിന് കുളിക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു, കുളിക്കൂല. അങ്ങനെ പറയല്ല, ഞാൻ ഒരു കഥയായിട്ട് പറയുന്നു. അപ്പൊ നിർബന്ധിച്ച ആർക്കിമിഡീസ് ഒരു ദിവസം കുളിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ സോപ്പ് കഴിയുന്ന വെള്ളത്തിലേക്ക്, നിറഞ്ഞിരിക്കുന്ന വെള്ളമാണ്, അതിനകത്തേക്ക് ചാടാൻ പോയപ്പോ സോപ്പ് കഴിയുന്ന വെള്ളത്തിലേക്ക് വീണപ്പോ കുറച്ച് വെള്ളം പുറത്തേക്ക് ചാടി. അപ്പോഴാണ് ആർക്കിമിഡീസിന് എടാ ഈ സോപ്പിന് അതിന്റെ ഇരിക്കാൻ ആവശ്യമായ സ്ഥലത്തുള്ള വെള്ളം അല്ലേ ചാടിപ്പോയത്. അപ്പൊ ഒരു പദാർത്ഥത്തിലുള്ള അതിന്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് എന്ത് ചെയ്തു അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം യൂറേക്ക എന്ന് വിളിച്ചിട്ട് നഗ്നനായിട്ട് ഓടിയെന്നാണ് ചരിത്രം പറയുന്നത്. സത്യമാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം, അതിനെയാണ് നമ്മൾ അതിന്റെ സ്പേസ് അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് ഗ്യാസിന്റെ വോളിയത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അതിന്റെ യൂണിറ്റും കൺവേർഷനും ആണ് പഠിക്കാനുള്ളത്. എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്താണ് നമ്മൾ പഠിച്ചു വെച്ചത്? SI യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ്, അല്ലെ? അതിനകത്തേക്ക് നമുക്ക് വരാം. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ സാറൊരു ചെറിയൊരു കട്ട, നമ്മള് പമ്പുകുണി എറിയില്ലേ, അതുപോലത്തെ ഒരു ഡൈ ആണ് വിചാരിച്ചു. പതിൽ അത്ര തന്നെ ഉള്ളൂ. 1 സെന്റിമീറ്റർ നീളം, 1 സെന്റിമീറ്റർ വീതി, 1 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഡൈ ആണ് സാർ ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു പാത്രമാണ് വിചാരിച്ചു. ഇതിനകത്തേക്ക് സാറ് കുറെ പാലൊഴിച്ചു. ഇതിനുള്ളിൽ പാല് നിറഞ്ഞു. ഇത് എത്ര ലിറ്റർ ഉണ്ടാവും? ഇതാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ നീളം 1 സെന്റിമീറ്റർ, വീതി 1 സെന്റിമീറ്റർ, ഉയരം 1 സെന്റിമീറ്റർ, അല്ലെ? അപ്പൊ അതിന്റെ വോളിയം കാണാൻ എളുപ്പമാണല്ലോ. എന്തായാലും 1 സെന്റിമീറ്റർ ഇൻറ്റു 1 സെന്റിമീറ്റർ ഇൻറ്റു 1 സെന്റിമീറ്റർ, അല്ലെ? 1 ഇൻറ്റു 1 ഇൻറ്റു 1 തന്നെ. ഓക്കെ, സെന്റിമീറ്ററിന് സെന്റിമീറ്റർ 3 തവണ. വോളിയം എന്ന് പറയുന്നത് ഇവിടെ 1 സെന്റിമീറ്റർ ക്യൂബാണ്. മനസ്സിലായോ? കിട്ടിയോ? അപ്പൊ 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്ന ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നു. അതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ ചതുരം എടുക്കുക, അതിന്റെ നീളവും വീതിയും
ഹൈറ്റ് ഒക്കെ എന്താണ് 1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നീളം ഇൻറ്റു വീതി ഹൈറ്റ് ചെയ്ത് 1 സെന്റിമീറ്റർ ക്യൂബ് കിട്ടി. ഇത്രയും തന്നെ അളവിനെയാണ് നമ്മൾ 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും തന്നെ അളവിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? 1 മില്ലി ലിറ്റർ എന്ന് പറയും. 1 മില്ലി ലിറ്റർ ക്യൂബ് എന്ന് പറയും. കിട്ടിയോ? യെസ്. അപ്പൊ സെന്റിമീറ്റർ ക്യൂബിന് മില്ലിലിറ്റർ ക്യൂബ് എന്നല്ല, 1 മില്ലി ലിറ്റർ. 1 മില്ലി ലിറ്റർ 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? 1 മില്ലി ലിറ്റർ. കിട്ടിയല്ലോ? കിട്ടി. യെസ്. അപ്പൊ എന്റെ ചോദ്യം എന്താണ്? 1 ലിറ്റർ എന്തോരം ഉണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് എന്താണ്? 1 മില്ലി ലിറ്റർ. ഇത് വളരെ കുറച്ചാണ്. ഓക്കെ, മില്ലിലിറ്റർ ക്യൂബ് നേരിടരുത്. 1 സെന്റിമീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു 1 മില്ലി ലിറ്റർ ആണ്. 1 മില്ലി ലിറ്റർ ആണ് അതിനകത്ത് വോളിയം. അപ്പൊ എന്റെ ചോദ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ എന്തോരം ഉണ്ടാവും സർ? 1 ലിറ്റർ, അതായത് എനിക്കിങ്ങനെ പറയാൻ പറ്റും 1 ലിറ്റർ ഉണ്ട്. എന്ത് ചെയ്യണം ഞാൻ? എന്ത് ചെയ്യണം? ഇതിനെ 1000 കൊണ്ട് ഗുണിക്കണം. ഗുണിക്കുമ്പോൾ ഇപ്പുറത്തും ഗുണിക്കണം. ഇൻറ്റു 1000. അപ്പൊ ഇതെന്താവും മക്കളെ? 1000 സെന്റിമീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. ഓക്കെ, 1000 ചെറുതാക്കാൻ വേണ്ടി 10⁻³ ആക്കാം. 10⁻³ സെന്റിമീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു 10⁻³ മില്ലി ലിറ്റർ. ഓക്കെ, 10⁻³ എന്ന് പറയുന്ന അർത്ഥം എന്താ മക്കളെ? ഇവിടെ 3 പൂജ്യം ഉണ്ടെങ്കിൽ 10 എഴുതിയിട്ട് 3 മുകളിൽ എഴുതാം. 4 പൂജ്യം ഉണ്ടെങ്കിൽ 4 മുകളിൽ എഴുതാം. 5 പൂജ്യം ഉണ്ടെങ്കിൽ 5 മുകളിൽ എഴുതാം. ഇനി ഇതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ സംഭവം? ഈ സാധനം 10⁻³ സെന്റിമീറ്റർ ക്യൂബ്. ഇപ്പൊ 10⁻³ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇതും നീളവും വീതിയും ഉയരവും ഒക്കെ നോക്കുമ്പോൾ 10 10 10 അല്ലെ വരണ്ടേ? വരണ്ടേ? അതായത് 10 ഇൻറ്റു 10 ഇൻറ്റു 10 കണ്ടോ? അപ്പൊ 10⁻³ സെന്റിമീറ്റർ ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻³ മില്ലി ലിറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ലിറ്റർ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇമാജിൻ ചെയ്യണം? ഇമാജിൻ നിങ്ങൾ പമ്പമണി കളിക്കുന്ന ഒരു ടൈം ചെറുത്, 1 സെന്റിമീറ്റർ വീതി, 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ ഹൈറ്റ്. ക്ലിയർ ആണല്ലോ? യെസ്. അതിന്റെ നീളം ഒന്ന് വർദ്ധിപ്പിക്കാം. അതായത് 10 സെന്റിമീറ്റർ നീളം, 10 സെന്റിമീറ്റർ വീതി, 10 സെന്റിമീറ്റർ ഹൈറ്റ്. അങ്ങനെയുള്ള ഒരു പാത്രം സങ്കല്പിച്ച് നോക്കി. 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ അത്രയും ഇത്രയും നീളം, ഇത്രയും വീതി, ഇത്രയും ഉയരം. അതിനകത്തേക്ക് പാൽ ഒഴിച്ചാൽ നിങ്ങൾ എന്നെ പിടിക്കില്ല. ദാറ്റ് ഈസ് 1 ലിറ്റർ. 1 ലിറ്റർ കിട്ടിയോ? അപ്പൊ 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 10 ഇൻറ്റു 10, 10 ഇൻറ്റു 10 ഇൻറ്റു 10, 10⁻³ സെന്റിമീറ്ററിലാണ് പറയുന്നത്. 10⁻³ സെന്റിമീറ്റർ ക്യൂബ് കിട്ടിയോ? അതായത് 1000 സെന്റിമീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു 1 ലിറ്റർ ഇസ് ഈക്വൽ ടു എത്ര മില്ലി ലിറ്റർ? 1000 മില്ലി ലിറ്റർ. അപ്പോ 1 ലിറ്റർ എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ ക്യൂബ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. പഠിച്ചു വെക്കുക. അത്രയും മനസ്സിലായോ? അത്രയും മനസ്സിലായോ? ഇവിടെ വരെ ക്ലിയർ ആണെന്നാൽ അടുത്ത് മനസ്സിലാവുള്ളൂ. 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1000 മില്ലി ലിറ്റർ. ഈ 1000 എന്ന് പറയുന്നതിനുള്ള എളുപ്പമാർഗം 10⁻³ എന്ന് പറയാം. അപ്പൊ 10⁻³ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 10⁻³ മില്ലി ലിറ്റർ. ക്യൂബ് പറയുന്നത് മില്ലി ലിറ്റർ. കിട്ടിയാലോ? ഓക്കെ, യെസ്. അപ്പോ അത്രയും മനസ്സിലായി. കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് കുറെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ എവിടം വരെ പോയി? ആദ്യം നമ്മൾ റിവൈൻഡ് ചെയ്ത് ആദ്യം നമ്മൾ ചെറിയ ഡൈ പോലെ എടുത്തു. 1 സെന്റിമീറ്റർ നീളം, 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ ഹൈറ്റ്. അതിനകത്ത് നമ്മൾ ഒഴിച്ചു. ഇത്രേ ഉള്ളൂ. 1 സെന്റിമീറ്റർ ക്യൂബ് 1 മില്ലി ലിറ്റർ. 1 മില്ലി ലിറ്റർ പോലെ. അതിൽ 1000, അതുപോലത്തെ 1000 ചെറിയ ചെറിയ കുഞ്ഞ് 1000 എണ്ണം എടുത്തിട്ട് അതിനകത്ത് പാല് മൊത്തം എടുത്താൽ അത് 1 ലിറ്റർ ഉണ്ടാവും. ഓക്കെ, 1000 എണ്ണം എടുക്കണം. അതിന് പകരം നമുക്ക് ഇങ്ങനെ എന്തിക്കാം? 10 ഇൻറ്റു 10 ഇൻറ്റു 10, അപ്പൊ 1000 ആയി. അപ്പൊ അങ്ങനത്തെ 1000 എടുക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നേരെ പോയിട്ട് ഒരു കഷ്ണം 10 സെന്റിമീറ്റർ നീളം, 10 സെന്റിമീറ്റർ വീതി, 10 സെന്റിമീറ്റർ ഉയരം, അതിനകത്തേക്ക് മിൽക്ക് ഇട്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 ലിറ്റർ. ഇനി എന്റെ ചോദ്യം, ഈ 10 മാറ്റിയത് 100 ആക്കി. മനസ്സിലായോ? ഈ 10 മാറ്റി നിങ്ങൾ എന്താക്കി? 100 ആക്കി. അപ്പൊ എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ 10 ആണല്ലോ, ഞാൻ സാർ 100 ആക്കി. 100 100 100. വാവ് അല്ലേ? അപ്പൊ ഒന്ന് പിടിച്ചു നോക്കിയേ. 100 സെന്റിമീറ്റർ ഇൻറ്റു 100 സെന്റിമീറ്റർ ഇൻറ്റു 100 സെന്റിമീറ്റർ. മക്കളെ 100 സെന്റിമീറ്റർ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് മാത്സിൽ പഠിച്ചത് 1 മീറ്റർ. 100 സെന്റിമീറ്റർ അതായത്
നിങ്ങളുടെ സ്കെയിൽ 15 സെന്റിമീറ്റർ ആണ്. അങ്ങനെ 100 സെന്റിമീറ്റർ എടുത്താൽ നിങ്ങൾ കടയിൽ പോയി തുണി ചോദിക്കുമ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും കണ്ടോ? അപ്പൊ ഇതിനെയും സാറിന് 1 മീറ്റർ എന്നാക്കാം, ഇതിനെയും എന്താക്കാം 1 മീറ്റർ എന്നാക്കാം. 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് ആണ് വരാം. 1 ഇൻറ്റു 1 ഇൻറ്റു 1 1. ഓക്കെ, മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ 1 മീറ്റർ ക്യൂബ്. അപ്പോ ഇത്രയും നമ്മൾ പറയുമ്പോൾ എന്ത് പറയും? ഓക്കെ, ഈ 100 എന്ന് പറഞ്ഞാൽ 10 2 തവണ, 100 എന്ന് പറയുകയും 10 2 തവണ, 100 എന്ന് പറയുകയും 10 2 തവണ. ഇതെല്ലാം കൂടി കുടിക്കുമ്പോൾ മുകളിലത്തെ കൂടി കൂട്ടണം. അപ്പൊ 10 6 10⁻6 ആണത്. 10⁻6 സെന്റിമീറ്റർ ക്യൂബാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻6 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 1 എഴുതിയിട്ട് 6 പൂജ്യം, ഇവിടുത്തെ 2 പൂജ്യം, ഇവിടുത്തെ 2 പൂജ്യം, ഇവിടുത്തെ 2 പൂജ്യം കണ്ടോ? 2 4 6 അത്രയും സെന്റിമീറ്റർ ക്യൂബിനെയാണ് നമ്മൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. കിട്ടിയോ? എല്ലാം കിട്ടി, മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ കൺവേർഷനും ആയോ? ആയിട്ടില്ല അല്ലേ? ഇത് എത്ര ലിറ്ററാണ്? ഈ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആണെന്ന് അതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് കൺഫ്യൂഷൻ ആയെന്ന് പറയുന്നത് ഒന്നും കൂടി മനസ്സിരുത്തി ചിന്തിക്കുക. ചെറിയൊരു ഡൈ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ ആയിട്ട് അതിന്റെ വോളിയം 1 സെന്റിമീറ്റർ ക്യൂബ്, അങ്ങനെ 1 മില്ലി ലിറ്റർ, അങ്ങനത്തെ 1000 ചേർന്നാൽ 1 ലിറ്റർ. അപ്പൊ 1000 ആക്കാൻ എന്താണ്? ആ 1 സെന്റിമീറ്റർ എന്നുള്ളത് 10 ആക്കി, 10 10 10 10 ഇൻറ്റു 10 ഇൻറ്റു 10 1000. ഓക്കെ, 1000 സെന്റിമീറ്റർ ക്യൂബ്, 1000 മില്ലി ലിറ്റർ, എന്തിന് ഈക്വൽ ആണ്? 1 ലിറ്റർ. അത്രയും മനസ്സിലായത് അവിടെ കിടന്നു. 1000 എന്ന് പറഞ്ഞാൽ 10⁻3. ഓക്കെ, 10⁻3 സെന്റിമീറ്റർ ക്യൂബ് വന്നാൽ എത്രയാണ്? 1 ലിറ്റർ. ശരി, ഇനി നിങ്ങൾ ആ 10 മാറ്റി ഇവിടെ 100 ആക്കിയപ്പോൾ 100 ഇൻറ്റു 100 ഇൻറ്റു 100 10⁻6 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം 10 ലക്ഷവും കണ്ടോ? അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ആക്കിയാൽ കണ്ടോ? ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 പൂജ്യം ഇൻറ്റു ഇവിടെ ഒരു 3 പൂജ്യം സെന്റിമീറ്റർ, അതാണ് 1 മീറ്റർ. ഇപ്പൊ 10 സെന്റിമീറ്റർ ക്യൂബും 10 സെന്റിമീറ്റർ ക്യൂബും ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? 1 മീറ്റർ ക്യൂബ്. കണ്ടോ? നോക്കുന്നത് 10⁻3 ഇൻറ്റു 10⁻3. ഇവിടെ 6 പൂജ്യം ഇല്ലേ? 3 ഇവിടെ കൊടുത്തു, 3 സ്പ്ലിറ്റ് ചെയ്തു 6. ഇതിൽ ഇതെന്താ? 10⁻3 സെന്റിമീറ്റർ ക്യൂബ് കണ്ടോ? എന്താണ്? 1 ലിറ്റർ ആണ്. അപ്പൊ ഞാനിവിടെ ഇതിന് പകരം 1 ലിറ്റർ നോക്കും ഇൻറ്റു 10⁻3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000. കിട്ടിയോ? എടാ ഇങ്ങനെ ചിന്തിക്കണം കേട്ടാ. 10⁻3 സെന്റിമീറ്റർ ക്യൂബ്, ഇതും എടുത്തു ഇതും എടുത്തു, ഇത്രയും സാധനത്തിന് പകരമാണ് 1 ലിറ്റർ നോക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് 1 ലിറ്റർ ഇത് 1 ലിറ്റർ 1 ഇൻറ്റു 1 ലിറ്റർ 1 ലിറ്റർ തന്നെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 10⁻3യും ഈ സെന്റിമീറ്റർ ക്യൂബ് യൂണിറ്റ് കൂടി ചേർത്തിട്ട് സാർ എന്ന് പറഞ്ഞു ലിറ്റർ. ഇനി അങ്ങനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഇതിനെ എന്താക്കിയാൽ മതിടാ, ഇതിനെ 1000 ആക്കുക ഇൻറ്റു ഇത്രയും സാധനം എന്താ? 10⁻3 സെന്റിമീറ്റർ ക്യൂബ്. നോക്ക്, 10⁻3 സെന്റിമീറ്റർ ക്യൂബ് 1 ലിറ്റർ ആണ്. അപ്പൊ 1 ലിറ്റർ 1000 ഇൻറ്റു 1 ലിറ്റർ എത്രയാടാ? 1000 ലിറ്റർ ഈക്വൽ ടു 1 മീറ്റർ. ഓക്കെ, അപ്പൊ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്, 1000 ലിറ്റർ. അത് വലിയ അളവ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് 1 മീറ്റർ ക്യൂബ്. ക്ലിയർ? അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒരൊറ്റ സാധനമായിട്ട് പഠിച്ചാലോ നമുക്ക്? എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇനി നിങ്ങൾ കാണാപ്പടം പഠിക്കണ്ട, നമുക്ക് ഓർത്തെടുത്തിട്ട് അതിൽ ഇങ്ങനെ ഓരോന്നോരോന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റ് ആവും. ആദ്യം നമ്മൾ പഠിക്കുന്നത് ചെറിയ ചെറിയ ഇതാടാ, അതിനകത്ത് 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ വരും. അത്ര നമുക്ക് എന്ത് മനസ്സിലായി? ഓക്കെ, 1 സെന്റിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1 മില്ലിമീറ്റർ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാം സാറ് പറഞ്ഞു ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? 1000 കൊണ്ട് ഗുണിക്കും അല്ലേ? അപ്പൊ ഇവിടെ 1000 ഇവിടെ 1000. അപ്പൊ 1000 സെന്റിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ അല്ലേ? സാറ് പറഞ്ഞു ഇതാണ് 1 ലിറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ 1000 എങ്ങനെയാണ് കിട്ടിയത്? ഈ 1 സെന്റിമീറ്ററിനെ 10 ആക്കിയ വേണം. 10 ഇൻറ്റു 10 ഇൻറ്റു 10 അതായത് 10⁻3. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ പറയാടാ? 10⁻3 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയാടാം. അങ്ങനെയാണെങ്കിൽ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. 10 സെന്റിമീറ്റർ വെച്ചാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കുക? 1 ഡെസിമീറ്റർ എന്നാണ് വിളിക്കുക. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും സാറ് പറയാൻ 1 ഡെസിമീറ്റർ ആണ്.
മനസ്സിലായോ? 10 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ഡെസിമീറ്റർ ആണ്. അപ്പോൾ ഒരു ഡെസിമീറ്റർ അളവ് എന്നുള്ളത് നമുക്കിവിടെ പഠിക്കാനില്ല, അതുകൊണ്ട് സാർ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. 1 ഡെസിമീറ്റർ ക്യൂബ് ഇട്ട 1 ഡെസിമീറ്റർ ക്യൂബിനെയാണ് നമ്മൾ 10 അപ്പൊ നമുക്ക് പഠിക്കാനുള്ള, അതുകൊണ്ട് അതും കൂടി ഇതിനകത്ത് കൊണ്ടുവരുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. 10⁻³ is equal to 10⁻³ മില്ലി ലിറ്റർ. അപ്പൊ 1 ലിറ്ററിന്റെ ഉത്തരമാണിത്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പഠിച്ചുകൂടാ, നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്തു അല്ലെ. ഈ 1000 എന്നുള്ളത് വീണ്ടും ഒരു 1000 കൊണ്ട് കുടിച്ചു, വീണ്ടും ഇതിനെ × 1000 ചെയ്തു. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 1000 പിന്നെ 3 അല്ലെ. അത്രയും സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് 1 മീറ്റർ ക്യൂബാണ്. ഓക്കെ, അതിനകത്ത് ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് 1 ലിറ്റർ ആണ്. അപ്പൊ 1000 × 1 ലിറ്റർ = 1 മീറ്റർ ക്യൂബ്. അതായത് 1000 ലിറ്റർ ആണ് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കിട്ടിയോ? ഓക്കെ, അപ്പൊ 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ്? 1000 മില്ലി ലിറ്റർ. ക്ലിയർ? 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1000 ലിറ്റർ. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കട്ടാ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് വോളിയം. അപ്പൊ വോളിയം പഠിച്ചില്ലേ? കുറെ തുടങ്ങിയാ ഇല്ല, നമ്മൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം, എന്നാലും നമുക്ക് ബോയ്സ് ലോയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബോയ്സ് ലോയിൽ പഠിപ്പിച്ചിരിക്കും. ഈ വീഡിയോന്റെ അവസാനം ബോയ്സ് ലോ വരാം. ഈ നമുക്ക് ഓരോന്നും പഠിക്കാം. ഇപ്പൊ വോളിയം കഴിഞ്ഞു, അടുത്ത മെഷർമെന്റിലേക്ക് പോവുകയാണ്. അടുത്തത് എന്തായിരിക്കും? പ്രഷർ. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് പ്രഷർ. അപ്പൊ പ്രഷർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ. നമ്മള് പ്രഷർ എന്ന വാക്കോടെ കൂടുതലും കേട്ടേക്കണത്. സോ ഭയങ്കര പ്രഷറാണ് പഠിക്കാൻ പറയും അല്ലെ. എന്താ പ്രഷർ? സമ്മർദ്ദം. അപ്പൊ നിങ്ങൾ പാവം കുട്ടികൾ ഭയങ്കര സമ്മർദ്ദത്തിലായിരിക്കും. ചില കെമിസ്ട്രി മാർക്ക് കുറേ കുട്ടികളെ സംബന്ധിച്ച് കെമിസ്ട്രി, മാത്സ് മാർക്ക് കുറേ കുട്ടികൾക്ക് മാത്സ് ആയിരിക്കും സമ്മർദ്ദം. ഇനി ക്രിസ്മസ് എക്സാം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും മാർക്ക് പറയും. പിന്നെ അതായിരിക്കും സമ്മർദ്ദം. ചിലരുടെ സമ്മർദ്ദം സോഷ്യൽ സ്റ്റഡീസ് ഒന്നും പഠിക്കണില്ല, വീട്ടിലിരുന്നില്ലാണ് സോഷ്യൽ സ്റ്റഡീസ് ഒന്നും പഠിക്കണില്ല. ഇത് തന്നെ ആയിരിക്കുള്ളൂ വീട്ടുകാരുടെ പരാതി. ഓക്കെ, അതിങ്ങനെ കേട്ട് മടുത്ത് നമ്മൾ അല്ലെ. അങ്ങനെ നമ്മൾ ഹൈ പ്രഷറിൽ നിൽക്കുമ്പോഴാണ് സണ്ണി സാറിന്റെ വീഡിയോ കാണുന്നത്. സന്തോഷം. ഇനി മുതൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ മെമ്പർഷിപ്പ് എടുക്കണം കേട്ടോ. ഒരു 299 കൊടുത്താൽ മതി. ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള മാത്സും അതുപോലെ കെമിസ്ട്രി. അത്രയും കഷ്ടപ്പെട്ട് ഡീപ്പായിട്ട് വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ അത് കൊടുത്ത് ഒരിക്കലും നഷ്ടമാവില്ല. നിങ്ങൾ പാരന്റ്സിനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മെമ്പർ ആവും. ഓക്കെ ഓക്കെ. പ്രഷറിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ പി ആണ്. പി ആണ് പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്നത്. പി. പ്രഷർ കാണാൻ നമ്മൾ കുറെ നേരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഞാനൊരു സാധനം എടുത്ത് ബലം പ്രയോഗിച്ചാൽ ആ ബലം എവിടെയാണ് പ്രയോഗിച്ചത് അതാണ് പ്രഷർ. ഇപ്പൊ ഏരിയ കുറവാണെങ്കിൽ പ്രഷർ കൂടുതലായി. ഇപ്പൊ സിറിഞ്ചിന്റെ ഒരു സയൻസ് എന്താ? സിറിഞ്ചിന്റെ അറ്റത്ത് ഭയങ്കര കുറവാണ്. അപ്പൊ നമ്മൾ പ്രഷർ അങ്ങോട്ട് കൊടുത്താൽ പെട്ടെന്ന് കയറിപ്പോകും. എന്താ കാര്യം? നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കയറിപ്പോകും. കാരണം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ചെറിയൊരു ഏരിയയിലാണ്. കണ്ടോ? അപ്പൊ പ്രഷർ കൂടുതലായി. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടണും ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് SI യൂണിറ്റ് നമ്മൾ പറയുന്നത് മക്കളെ SI. മനസ്സിലായോ? SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ യൂണിറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോ പക്ഷെ അതിന്റെ പേര് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നല്ല. ഉത്തരം എഴുതുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതണം. നമ്മളത് എന്റെ പേര് പാസ്കൽ ആണ്. പാസ്കൽ. ഇതാണ് SI യൂണിറ്റ്. അപ്പൊ SI യൂണിറ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പാസ്കൽ. ഓക്കെ, പാസ്കൽ. പക്ഷേ നമ്മൾ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾ കാണും സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ 1 ATM 1 ATM 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 നിങ്ങൾ എവിടെ കണ്ടേക്കുന്നത്? എനി ടൈം മണി അല്ലെ. എപ്പോ പോയാലും പൈസ കിട്ടും. ആ സാധനമാണ് ATM. ATM എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മനസ്സിലാക്കണം. നമ്മുടെ സീ ലെവലിൽ, അതായത് സിയുടെ മുകളിൽ നിങ്ങൾ പോയി നിൽക്കുമ്പോൾ എയർ നിങ്ങളുടെ മേത്ത് ഇടിച്ചു, എന്തോരം ബലത്തിൽ ഇടിച്ചു, അതാണ് ATM. മനസ്സിലായോ? ദ എയർ എക്സെപ്റ്റ് പ്രഷർ ഓൺ യു ഓൺ സീ ലെവൽ. അതായത് നിങ്ങൾ പർവ്വതത്തിന്റെ മുകളിൽ നിന്നപ്പോഴുള്ള പ്രഷർ അല്ല, അവിടെ എയർ ഇല്ല, അവിടെ എയർ കുറച്ചു. സീ ലെവലിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങൾക്ക് ഒരു വസ്തു ഇരിക്കുമ്പോൾ ആ വസ്തുവിന്റെ മീതെ എയർ പ്രയോഗിക്കുന്ന ഒരു ബലമുണ്ട്. അപ്പൊ ആ ബലം ഡിവൈഡ് ബൈ ആ പറയുന്ന ഏരിയ ചെയ്താൽ കിട്ടുന്ന പ്രഷർ, ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടെത്തണമല്ലോ നമുക്ക്. അതാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന പ്രഷർ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾ ടയർ അടിക്കാനായിട്ട് ചെന്നു. അപ്പൊ ആ ചേട്ടൻ എന്ത് ചെയ്യും? ഒരു സാധനം കൊണ്ട് ഇങ്ങനെ
അവിടെ സെറ്റ് ചെയ്യും. 35.4 സെറ്റ് ചെയ്തിട്ട് ഈ സാധനം കൊണ്ട് നിങ്ങളുടെ ടയറിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യും. സൗണ്ട് കേൾക്കും, നോക്കുമ്പോ എന്നൊക്കെ ഒരു സൗണ്ട് കേൾക്കും. അപ്പൊ നിങ്ങളിങ്ങനെ വെറുതെ മാനത്തോട് നോക്കിക്കാണ്ട് നിങ്ങൾ ആ മെഷീനിലേക്ക് കൂടെ നോക്കണം. 27, 28, 30, 31 ചേർന്നത് മാറ്റി. ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ പറയുമ്പോൾ നമുക്ക് ഇത്ര അറ്റ്മോസ്ഫിയർ പ്രഷർ, അവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ അല്ല പറയണം, എന്നാലും ഞാൻ പറയാണ്. അവിടെ പ്രഷർ പറയുന്ന ആ സംഖ്യ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. 3, 4, 5 എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഞാൻ നിങ്ങൾ പറയുന്ന ടയറിൽ 3 ATM പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. എയറിന്റെ മേത്ത് ചെലുത്തുന്ന പ്രഷറിന്റെ 3 ഇരട്ടി. നിങ്ങൾ ഫാനിന്റെ അടിയിലിരുന്ന ഫാൻ നമ്മുടെ മേത്ത് വന്നിരിക്കും, കാറ്റ് വന്നിരിക്കുമ്പോൾ ഒരു പ്രഷർ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് സഹിക്കാം അല്ലെ. അതിന്റെ 3 ഇരട്ടിയും നമുക്ക് സഹിക്കാം. അതിന് 1000 ഇരട്ടി ശക്തിയിൽ കാറ്റ് തെറിച്ചു പോകും. അതാണ് കൊടുങ്കാറ്റ്. ഓക്കെ, അപ്പൊ അതൊക്കെ ATM പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളത്. ATM ആണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. പക്ഷെ SI യൂണിറ്റ് ATM അല്ല. SI യൂണിറ്റ് പാസ്കലാണ്. പാസ്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടാ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. പാസ്കലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കാം. അപ്പൊ ഒരു പാസ്കല് അല്ല, ഒരു ATM നമ്മൾ ATM കോമൺലി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ATM എത്ര പാസ്കലാണെന്ന് അറിയണം. അതിന് ഈ സംഖ്യ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ATM is equal to 1.01325 into 10⁵ Pascal. Pascal denoted by PA. Pascal denoted by PA. Clear? ഒന്നുകൂടി പറയാം സാർ. പ്രഷർ denoted by P. എന്താണ് പ്രഷർ? The force exerted on a unit area. സാർ എഴുതുന്നില്ല, ഈ ഇക്വേഷൻ നിങ്ങൾ വായിച്ചെടുക്കണം. The force exerted on a unit area is known as എന്താണ്? പ്രഷർ. ഇപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷറിന്റെ എന്താണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. ATM എന്നൊരു യൂണിറ്റ് ഉണ്ട്, വേറെ കുറെ യൂണിറ്റുകളുണ്ട്. മെർക്കുറി ഉണ്ട്, ടോർ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും. അതിനകത്ത് SI യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ പാസ്കലാണ്, ഡിനോട്ടഡ് ബൈ ലെറ്റർ PA. അപ്പൊ പാസ്കലും ATM തമ്മിലുള്ള ബന്ധം ചോദിച്ചാൽ ഒരു ATM is equal to 1.01325 into 10⁵ പാസ്കൽ എന്ന് പറയാൻ പറ്റും. ഇടയ്ക്ക് നോക്കാൻ, ഇടയ്ക്ക് മൈക്കിൽ പണിയായിട്ട് പ്രശ്നം പറ്റിക്കിട്ടിയത്. അപ്പോ 1.01325 into 10⁵ പാസ്കൽ ആണ്. നമ്മളിത് എങ്ങനെയാണ് മെഷർ ചെയ്യുക? അതിനുപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് പേര് നിങ്ങൾക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, മാനോമീറ്റർ. അതിന്റെ ഒരു ഫിഗർ ആണ് സാർ ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇതേപോലത്തെ ഒരു അറേഞ്ച്മെന്റ് ആണ്. ഇവിടെയാണ് ആ ഗ്യാസ് മോളിക്യൂൾസ് ഞാൻ എടുത്തത്. ഓക്കെ, ഗ്യാസ് ക്ലിയർ? യെസ്. ഇവിടെ ഇതിങ്ങനെ ഓപ്പൺ ആണ്. ഓക്കെ, അതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? കുറച്ച് മെർക്കുറി ഒഴിക്കും. HG, പീരിയോഡിക് ടേബിളിൽ HG എന്ന് പറയും. മെർക്കുറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലിക്വിഡ് രൂപത്തിലാണ് വരാം. ലിക്വിഡ് ഇങ്ങനെ ഒഴിക്കുന്നു. മെർക്കുറി ഇവിടെ വന്നത്. ഇത്രയും വരെ മെർക്കുറി കേട്ടാ, ഇത്രയും വരെ. ഓക്കെ, കിട്ടിയാലോ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. സിമ്പിൾ കാര്യമാണ് പറയുന്നത് കേട്ടാ. എക്സാക്ട് ഇങ്ങനെ ആവണമെന്നില്ല, ഇതേപോലെ ഒരു സ്ട്രക്ചർ ആവും. അതിലേക്ക് നമ്മൾ മെർക്കുറിയാണ് ഇട്ടിരിക്കുന്നത്. മെർക്കുറി പ്രത്യേക ഒരു ലോഹമാണ്, പക്ഷെ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, മെർക്കുറി ഇങ്ങനെ താഴേക്ക് വന്നു, ഇവിടെ വന്നു. മെർക്കുറിയുടെ മുകളിലേക്ക് പോകാൻ കാരണം ഇവിടെ നിന്നുള്ള ഗ്യാസ് ചവിട്ടാൻ ഇങ്ങോട്ട് വരണ്ടോ, നമ്മുടെ ചവിട്ട്. മനസ്സിലായോ? അപ്പൊ ഇവരുടെ ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഒരു പ്രഷർ ഇവിടെ ഉണ്ട്, ഈ മെർക്കുറിക്കുണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അത് മുകളിലേക്ക് പോകാൻ പറ്റില്ല. ഇനി ഈ മെർക്കുറിക്കിന്റെ അകത്തുള്ള ലിക്വിഡ് ഉണ്ടല്ലോ, ഈ ലിക്വിഡ് മോളിക്യൂൾസ് താഴേക്ക് മെർക്കുറിന്റെ പ്രഷർ ഉണ്ട്, താഴേക്ക് ഒഴുകിപ്പോന്ന് പറയാം. അപ്പൊ ആ പ്രഷറും ഉണ്ട്. അത് നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യണ്ട. ഇവിടെ വായുവിന്റെ പ്രഷർ ഉണ്ട്, എയറിന്റെ പ്രഷർ ഉണ്ട്. ഇവിടെ ഒരു ലെവലുണ്ട്, ഇവിടെ ഒരു ലെവലുണ്ട്. ഈ ലെവലുകൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, കണ്ടോ? അതായത് മെർക്കുറിയുടെ ഈ ലെവലും തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അതൊരു 76 സെന്റിമീറ്റർ ആണ്. വെറുതെ ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പൊ 76 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ പറയും പ്രഷർ എന്ന് പറയുന്നത് 760 ടോർ ആണ്. 760 ടോർ, 10 കൊണ്ട് വിളിക്കാം. 760 ടോർ എന്ന് പറയും. എന്താ പറയും? 760 ടോറാണ് അതിന്റെ പ്രഷർ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയും 76
എന്താണ് മില്ലിമീറ്റർ ഓഫ് എച്ച് ജി എന്ന് പറയാം. മനസ്സിലായോ? അതായത് മെർക്കുറിയുടെ 76 മില്ലിമീറ്റർ ഓഫ് എച്ച് ജി എന്ന് പറയും. അതും ഒരു യൂണിറ്റ് ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് പഠിക്കാനില്ല. ടോറും പഠിക്കാനില്ല, ഈ മില്ലിമീറ്റർ ഓഫ് എച്ച് ജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. പകരം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ATM ആണ്. ഓക്കെ, ഇതാണ് ഒരു ATM. 76 760 ടോർ എന്ന് പറഞ്ഞാൽ 760 ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ഈസ് 180. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് 76 ആണെങ്കിൽ ഇതിന്റെ പ്രഷർ നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വൽ ആണ്. ദിസ് ഈസ് 180. ഇതിന്റെ പ്രഷർ 180 ആയിരിക്കും. ഓക്കെ, ഗ്യാസ് പ്രഷർ എത്രയാണ്? 180. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രശ്നം നമുക്ക് എങ്ങനെ ഈ എയറിന്റെ പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടുന്ന് എയറിന്റെ പ്രഷർ ഇതല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ ആദ്യം എയറിന്റെ പ്രഷർ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എയറിന്റെ പ്രഷർ എത്രയാണ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? ഇല്ല. അതിന് നമ്മൾ ബാരോമീറ്റർ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് ഉപയോഗിക്കുന്നത്. ഒരു പാത്രത്തിനകത്ത് നമ്മൾ ഈ മെർക്കുറി വെക്കുന്നു, ഇതേപോലെ തന്നെ ഒരു ഗ്ലാസ് ട്യൂബ് തിരിച്ചു വെക്കുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് മെർക്കുറി ഒഴിക്കുന്നു. മെർക്കുറിയുടെ ലെവൽ നമ്മൾ എടുക്കും. അതൊരു 76 മില്ലിമീറ്റർ വന്നു കഴിഞ്ഞാൽ 180. ഓക്കെ, അപ്പൊ അത് നമ്മൾ ബാരോമീറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ഇതിനെ നമ്മൾ മാനോമീറ്റർ എന്നാണ് വിളിക്കുന്നത്. ഇത് മാനോമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് ഗ്യാസിന്റെ പ്രഷർ ആണെങ്കിൽ, ബാരോമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ്. അതിന്റെ കാൽക്കുലേഷൻ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അതൊക്കെ എക്സ്ട്രാ സാർ നേരത്തെ പറഞ്ഞോളൂ, കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ ഇത്രയും മക്കൾ മനസ്സിലാക്കിയാൽ മതി. ഗ്യാസിന്റെ പ്രഷർ ATM-ലും പറയും, പാസ്കലിലും പറയും. ഓക്കെ, പാസ്കൽ എന്ന് പറയുന്നത് ATM-നെ അപേക്ഷിച്ച് നോക്കിയേ 180 എന്ന് പറയുന്നത് ഇത്രയും പാസ്കലാണ്. കണ്ടോ? ഇത്രയും എണ്ണം വന്നാലും ഒരു ATM ആവുള്ളൂ. കണ്ടോ? അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് നമ്മൾ ATM യൂസ് ചെയ്യുന്നത്. ബട്ട് ആക്ച്വൽ പാസ്കൽ ആണ് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും എന്താണ് പാസ്കൽ എടുത്താലാണ് ഒരു ATM ആവും. പാസ്കൽ ചെറുതാണ്, മനസ്സിലായോ? ATM വലുതാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോ ഇങ്ങനെ ഒരു എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിന്റെ പേര് മാത്രം പഠിച്ചു കൊടുക്കുക, മാനോമീറ്റർ എന്ന് പറയും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രഷർ. അപ്പൊ നമ്മൾ വോളിയം പഠിച്ചു, പ്രഷർ പഠിച്ചു. ബിഗ് 3-യിലെ മൂന്നാമത്തെ ആളാണ് ആര്? ടെമ്പറേച്ചർ. അപ്പൊ മക്കളെ അടുത്തത് ടെമ്പറേച്ചർ ആണ്. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് പറയുകയാണ്, എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് ടെമ്പറേച്ചർ ഇസ് ദ ആവറേജ് കൈനറ്റിക് എനർജി, അല്ലെ? അപ്പൊ അത്രേ ഉള്ളൂ. അതായത് ഒരു പദാർത്ഥത്തിന്റെ കൈനറ്റിക് എനർജി അളക്കുന്നതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മോഷനിൽ നന്നായിട്ട് നല്ല മോഷനിലാണെങ്കിൽ ഹോട്ട്നെസ് എന്നും, ഓക്കെ, മോഷൻസ് കുറഞ്ഞ് വന്നാൽ അത് ഹോട്ട്നെസ് എന്നും. സോ വൺസ് മോഷൻ നിന്നുപോയി, അപ്പൊ എന്ത് പറയും? 0 കെൽവിൻ. എന്താണ്? 0 കെൽവിൻ. ഓക്കെ, ശരി, സ്റ്റോപ്പ് ആയോ? ഓക്കെ, എന്താണ് അത്? 0 കെൽവിൻ. നിന്ന് പോവാം. അതായത് മോളിക്കുലാർ മോഷൻ നിന്ന് പോകുന്ന സിറ്റുവേഷൻ വന്നാൽ അത് 0, മോഷൻ 0, കെൽവിൻ 0, ടെമ്പറേച്ചർ 0 കെൽവിൻ. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? മനസ്സിലായി. 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ഇസ് -273.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇന്ന സ്ഥലത്ത് -4 ഡിഗ്രി സെൽഷ്യസ്. അവിടെ നമുക്ക് സുഖമായിട്ടൊക്കെ തണുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പുതപ്പൊക്കെ ഇട്ട് നടക്കാം. പക്ഷെ -273 ചത്തു. അതിന് താഴെ ഒരു തണുപ്പില്ല, ഏറ്റവും കുറഞ്ഞ. അതാണ് 0 കെൽവിൻ. മനസ്സിലായോ? സാർ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിൻ ആണ്? ഐസ് ആവുന്നത്. നമ്മൾ പറഞ്ഞത് 0 ഡിഗ്രി താഴെ മൂന്നാർ ഇപ്പോൾ -3 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. -273 വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കെൽവിനാണ് കണ്ടുപിടിക്കണ്ടേ നമുക്ക്? അതിനാണ് ഈ ഇക്വേഷൻ. അപ്പൊ നിങ്ങളുടെ ചോദ്യം ടി എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. അതിനോട് എന്ത് കൂട്ടണം നിങ്ങൾ? 273 കൂട്ടണം. ആക്ച്വലി കൂട്ടേണ്ടത് ഇതാണ്, പക്ഷെ നമ്മൾ ആ 0.5 നിങ്ങൾ 10ാം ക്ലാസ്സിലായതുകൊണ്ട് എടുക്കുന്നു. അപ്പൊ 273. അപ്പൊ നിങ്ങൾക്ക് എത്ര ടെമ്പറേച്ചർ കെൽവിനാണ്? അപ്പോ സെൽഷ്യസ് സ്കെയിലാണ് നമ്മൾ സാധാരണ കാണുന്നത്, അല്ലെ?
ആ സെൽഷ്യസ് സ്കെയിലിനെ നമുക്ക് കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റണം. മക്കളെ പ്രോബ്ലം തരുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ സെൽഷ്യസ് സ്കെയിലിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, 270 എന്ന് പറഞ്ഞ സംഖ്യ കൂട്ടാം. അപ്പൊ 0°C എന്ന് വെച്ചാൽ 0 + 273, ദാറ്റ് ഈസ് 273 Kelvin. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, 20°C എത്ര കെൽവിനാണ്? 20°C എന്ന് പറഞ്ഞാൽ അറിയാമോ? നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നില്ല. നോർമൽ ടെമ്പറേച്ചർ നമ്മുടെ ചുറ്റുപാട് പൊതുവെ കാണപ്പെടുന്ന ഒരു ടെമ്പറേച്ചർ 20 ആയിരിക്കും. 20 മീതി 20 താഴെ അങ്ങനെയായിരിക്കും. നമ്മൾ ടി വി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് കോഴിക്കോട് 25°C, പത്തനംതിട്ട 24°. അപ്പൊ 20ന്റെ അടുത്തായിരിക്കും ഒരു നോർമൽ ടെമ്പറേച്ചർ വരാം. ഓക്കെ, NTP എന്നൊക്കെ പറയും നമ്മൾ കെമിസ്ട്രിയിൽ. അത് എത്ര കെൽവിനാണ്? ഈ സിമ്പിൾ 20 കിട്ടി, 20 + 273 ചെയ്യാം. സോറി, 293 കെൽവിൻ. അപ്പൊ എത്രയാണ് നോർമൽ ടെമ്പറേച്ചർ? 220 കെൽവിൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് ടെമ്പറേച്ചർ. കിട്ടിയോ? ടെമ്പറേച്ചർ ഇസ് ദ മെഷർ ഓഫ് എന്താണ്? ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ്. മോളിക്യൂൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയെ അളക്കുന്ന ഒരു മെഷർമെന്റ് ആണ് ടെമ്പറേച്ചർ. നമ്മൾ പനി പിടിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ സാധനം പറ്റില്ല, തെർമോമീറ്റർ കിടന്നുണ്ടാവും. അതെ. അപ്പൊ നമ്മൾ യൂഷ്വലി ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റിന്റെ പേര് എന്താണ്? തെർമോമീറ്റർ എന്ന് പറയും, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ അവര് എന്താണ് ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റിലാണ് നടക്കുന്നത്, അല്ലെ? 100°F വന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് പറയും? ഇയാൾക്ക് പനി ഉണ്ടെന്ന് പറയും. പനി എത്രയാണ് ഡോക്ടറെ? 100, 110 എന്നൊക്കെ പറയും. അത് °C അല്ല, ഫാരൻഹീറ്റ് എന്ന് പറയും. കാരണം നമുക്ക് അത് ഇവിടെ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് അതിനെ കുറിച്ച് സാർ പറയുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? ഓക്കെ, ശരി. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളെ തെറ്റിക്കാൻ അവര് സെൽഷ്യസിൽ തരും. നിങ്ങൾ എന്ത് ചെയ്യണം? കണക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ചാൾസ് ലോ ഒക്കെ പഠിക്കുമ്പോൾ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റണം? കെൽവിനിലേക്ക് മാറ്റണം. കെൽവിനിലേക്ക് മാറ്റം വളരെ എളുപ്പമാണ്. 273 കൂട്ടാം. കണ്ടോ? ക്ലിയർ? അപ്പൊ 0°C എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ ആണ്. 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ -273°C എന്ന് പഠിച്ചു. 0 Kelvin means there is no molecular motion. The molecular motion stops at a temperature 0 Kelvin. ശരിയാ? അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വോളിയം പഠിച്ചു, പ്രഷർ പഠിച്ചു, ടെമ്പറേച്ചർ പഠിച്ചു. ഇനി നമുക്ക് ബോയ്സ് ലോ പഠിക്കാം, അല്ലെ? നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ച ഈ 4 കാര്യങ്ങളൊന്നും എടുത്തു എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബോയ്സ് ലോയിലേക്കുള്ള ഒരു എന്താണ് വാതിൽ തുറക്കാനുള്ള സമയമായി. ഓക്കെ, സാറ് ഇത്ര നേരം ഞങ്ങൾ വീട്ടിൽ ബോയ്സ് ലോ കാണാനാണ്. കുറെ നേരമായാലും ടെമ്പറേച്ചർ വോളിയം പ്രഷർ ബോയ്സ് ലോ എടുക്കണം. എന്റെ പൊന്നു മക്കളെ, നമ്മൾ ധൃതി കൂട്ടരുത്. ധൃതി കൂട്ടിയിട്ട് എന്നോട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് ബോയ്സ് ലോയിലേക്ക് പോകാം. ബോയ്സ് ലോ നമുക്ക് മനസ്സിലാവും. അങ്ങനെയല്ല, സയൻസ് പഠിക്കുമ്പോൾ സ്റ്റെപ്പായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പോ നമ്മൾ പഠിച്ച 3 കാര്യങ്ങൾ, ടിവിയുടെ പേരെന്ന് പറഞ്ഞാൽ NPTV. അതിനകത്ത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇതാണ്. അതിന് ഈ ലാസ്റ്റത്തെ ഇവനെ നമുക്ക് ഒന്ന് മാറ്റി നിർത്താം. ഓക്കെ, ഇതിനെ നിങ്ങൾക്ക് എന്തുമായിട്ട് സാമ്യം തോന്നുന്നുണ്ട്? ചിലർക്ക് ഇത് കാണുമ്പോൾ ഐസ്ക്രീം ആയിട്ട് തോന്നും, ചിലർക്ക് ഇത് കാണുമ്പോൾ എന്താണ് എന്തോ ഒരു മറ്റേ ചുപ്പാണ്ടി, പണ്ടത്തെ ചുപ്പാണ്ടി ഒരു ചെവിടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരാളായിട്ട് തോന്നും, അല്ലേ? ഇയാളാണ് മെയിൻ ആള്, നമ്മുടെ ആക്ടർ. ഓക്കെ, ടിക് 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 ടിക്. ഇതാണ് നമ്മുടെ ആക്ടർ. വോളിയം. നമ്മൾ ഇനി പറയാൻ പോകുന്ന എല്ലാ കേസിലും വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, വോളിയം ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് വോളിയത്തിന് ഇവിടെ ഞങ്ങൾ നിർത്തും. അവിടെ ബാക്കി ഞങ്ങൾ മാറ്റിക്കൊള്ളാം. വോളിയം അങ്ങനെ മാറ്റും. ഓക്കെ, വോളിയം മാറ്റും. കോട്ടേട്ട മോനെ, പിന്നെ വിളിക്കാട്ടെ. തന്നെ വോളിയം അവിടെ മാറ്റി നിർത്തിട്ടാ, ടിവിയിലെ അവിടെ മാറ്റി നിർത്തി. ഇനിയുള്ള ഈ 3 എണ്ണം നമുക്ക് ഒരേ സമയം 2 എണ്ണത്തിന് നമ്മൾ അവിടെ നിർത്തണം. നിങ്ങൾ 2 പേര് അവിടെ നിൽക്കുക, ഒരാൾ വന്നാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ ഓഫ് മോൾസിനെ ടെമ്പറേച്ചറിനെ ഞാൻ അവിടെ നിർത്തി. ഓക്കെ, ഇവർ 2 പേരും അവിടെ നിന്നു. സോറി, നമ്പർ ഓഫ് മോൾസും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അപ്പൊ പീനെ ഞാൻ ഫ്രീ ആക്കി വിട്ടു. പിക്ക് ഇഷ്ടം പോലെ സഞ്ചരിക്കാം. പി വേണം. നിങ്ങൾ എന്താണ് അവിടെ നിൽക്കണം? ഇതാണ് കേസ് 1, ടീം 1.
പി മാത്രം വന്നാൽ മതി, ബാക്കിയുള്ള ഒരാൾ നിന്നോ, നിങ്ങൾ പഠിച്ചിട്ട് വന്നാൽ മതി. പി മാത്രം കയറി പി 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 വാ എന്ന് പറയുന്നു ടീച്ചർമാർ. അതുപോലെ ഓക്കെ, നിങ്ങൾ മൂന്നാൾ ഇരിക്കണ്ട, രണ്ടുപേരാണ് നിൽക്കേ. നീ ഇരുന്നോ, നീ പറഞ്ഞല്ലേ നിങ്ങൾക്ക് പറയാമല്ലോ. അപ്പൊ പീനെ നമ്മൾ വിളിച്ചു. ബാക്കി നമ്പർ ഓഫ് മോൾസും ടെമ്പറേച്ചറും അവിടെ ഫിക്സഡ് ആക്കി. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ മക്കളെ ഇവിടെ സാർ ഉദ്ദേശിക്കുന്നത് മാസും കൂടിയാണ്. മാസ്, വെയിറ്റ്. ഒരു ഗ്യാസ് മോളിക്കൂൾ എടുത്തിട്ട് അതിന്റെ വെയിറ്റ് അവിടെ നിർത്തി. വെയിറ്റ് നീ അവിടെ വെയിറ്റ് ചെയ്യും. വെയിറ്റ് അതിന്റെ ടെമ്പറേച്ചർ അവിടെ നിർത്തി. ടെമ്പറേച്ചർ കൂടാനും പാടില്ല, കുറയാനും പാടില്ല, അല്ലെങ്കിൽ പോരും. ഫിക്സഡ്. ബട്ട് പ്രഷറിനെ വെച്ച് പ്രഷർ കാണുക. പ്രഷർ ഇവിടെ നിന്നും അങ്ങനെ ഈ പ്രഷറും വോളിയം തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ കണ്ടതാ. പ്രഷർ കൂടിയപ്പോൾ വോളിയം കുറഞ്ഞ നമ്മൾ കണ്ടതല്ലേ. താഴെ കുമിളകൾ വരുന്നു, സ്കൂബ ഡെവിൽസ് പോകുന്നു, ബലൂൺ പൊട്ടിക്കുന്നു, എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത് അല്ലേ? അത് ബോയ്സ് ലോയിലേക്ക് നിങ്ങളെ നയിക്കും. ബോയ്സ് ലോ, BOY, ബോയ്സ് ലോ എന്ന് BOYLE ബോയ്സ് ലോ കേട്ടാ. ബോയ്സ് ലോ അപ്പൊ ഗേൾസ് ലോ ഇല്ല സാർ. ബോയ്, റോബർട്ട് ബോയിലിന്റെ പേരാണ്. അപ്പൊ ഇതെന്താ ഇവര് തമ്മിൽ എന്താണ് നേരെ അല്ലാന്ന്, നേരെ നേരമല്ലേ. വൺ ഇൻക്രീസസ് വൺ ഡിക്രീസസ്, വൺ ഇൻക്രീസസ് വൺ ഡിക്രീസസ്. അതായത് പ്രഷർ കൂടുമ്പോ വോളിയം കുറയുന്നു, വോളിയം കൂടുമ്പോ പ്രഷർ കുറയുന്നു കണ്ടോ. അപ്പൊ നമ്മൾ പറയും വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഒരാൾ കൂടുമ്പോ ഒരാൾ കുറയാണ്, താഴെ പോയി കിടക്കണം. ഈ റിലേഷൻഷിപ്പാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നതാണ് ബോയ്സ് ലോയിലേക്ക് പോകുന്നത്. ശരിയോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ മക്കളെ, ഒരാളെ മാറ്റി നിർത്തി വോളിയത്തിനെ അല്ലെ, വോളിയത്തിനെ മാറ്റി നിർത്തി ഈ മൂന്ന് പേരിൽ രണ്ടുപേരെ കോൺസ്റ്റന്റ് ആക്കി, ഒരാളെ ഫ്രീ ആക്കി. അപ്പൊ ഒരു ലോ ഉണ്ടായി. ആ ലോയുടെ പേരെന്താണ്? ബോയ്സ് ലോ. ഓക്കെ, ഇനി എന്താണ് ഓപ്ഷൻ? വേറൊരു ഓപ്ഷൻ നോക്കിയത്, ഈ മൂന്ന് പേരിൽ സാർ എന്ത് ചെയ്യും? എന്നും ടിയും കോൺസ്റ്റന്റ് ആക്കിയ പോലെ എനിക്ക് എന്നും പിയും കോൺസ്റ്റന്റ് ആക്കി കൂടെ? ആക്കാം. ഞാൻ എന്നും പിയും കോൺസ്റ്റന്റ് ആക്കിയിട്ട് ടീനെ ഫ്രീ ആക്കി. അതാണ് നമ്മൾ ബലൂൺ വെയിലത്ത് വെച്ച കേസ്. ബലൂൺ വെയിലത്ത് വെച്ചു, അപ്പൊ ടെമ്പറേച്ചർ കൂടി, ബലൂൺ പൊട്ടിപ്പോയി, വോളിയം ഇൻക്രീസ് ചെയ്തു. ടെമ്പറേച്ചർ ഇൻക്രീസ്, വോളിയം ഇൻക്രീസ്, പക്ഷെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. നമ്പർ ഓഫ് കൂടുതൽ ബലൂണിൽ പിന്നീട് വാതകം നിറയ്ക്കാൻ പാടില്ല. അപ്പോ മാസും പ്രഷറും ഫിക്സഡ് ആക്കി നിർത്തിയിട്ട് ടെമ്പറേച്ചർ ആണെങ്കിൽ കൂട്ടുകയും കറക്കുകയും ചെയ്യുമ്പോൾ വോളിയത്തിൽ വ്യത്യാസം വരും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയും. ഇങ്ങനെ പറയുന്ന ഒരു ലോ ഉണ്ട്. അതാണ് മക്കളെ ചാൾസ് ലോ. ചാൾസ് ലോ നമ്മുടെ ടോപ്പിക് അല്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചാൾസ് ലോ പഠിക്കുമ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ ബോയ്സ് ലോയുടെ പ്രോബ്ലം ആണ്, കുറച്ച് ഇത് പഠിക്കാൻ കഴിയും. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ചാൾസ് ലോ പഠിക്കും. അപ്പൊ മക്കളെ ഇനി എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കി? ഇനി ആരെങ്കിലും എനിക്ക് ഫിക്സ് ആക്കാൻ പറ്റും? ഈ മൂന്ന് പേരിൽ ഞാൻ എന്നും ടി കൊടുത്തു, അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ടെമ്പറേച്ചറും, എന്നും ബി കൊടുത്തു, നമ്പർ ഓഫ് പാർട്ടിക്കിൾസും പ്രഷർ കൊടുത്തു. ഇനി എനിക്ക് രണ്ടുപേരെ എടുക്കാൻ പറ്റും? ഒരാളെ എനിക്ക് ഫ്രീ ആക്കും. യെസ്, എന്നിന് ഫ്രീ ആക്കാം. എന്നിന് ഞാൻ ഫ്രീ ആക്കി. അപ്പൊ ഇവിടെ വരുന്ന പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ്, കേസ് 3. അപ്പൊ എനി ടു ഓഫ് ദം കോൺസ്റ്റന്റ്, വൺ ഈസ് ഫ്രീ, ദെൻ ഒരു ലോ ക്രിയേറ്റ് ആവും. അതാണ് സാറോട് ഉദ്ദേശിച്ചത്. അപ്പൊ ആ ലോ എന്ന് പറയുന്നത് അവഗാഡോസ് ലോ ആണ്. മക്കളെ ഒന്നുമില്ല, നിങ്ങൾ കൂടുതൽ വീർപ്പിച്ചാൽ കൂടുതൽ പൊളി ഉണ്ടാവും, കൂടുതൽ കുറച്ച് വീർപ്പിച്ചാൽ കുറച്ച് പൊളി ഉണ്ടാവും. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു വോളിയം എന്ന് പറയുന്നതാണ് അവഗാഡോസ് ലോ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പഠിക്കും. സോ ഈ രണ്ട് ലോ ഇസ് നോട്ട് ഡിസ്കസ്ഡ് ഇൻ ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഇത് രണ്ടും പറയുന്നില്ല. ബട്ട് വി വിൽ ഡിസ്കസ് മോർ അബൌട്ട് ബോയ്സ് ലോ. വാട്ട് ഈസ് ബോയ്സ് ലോ, ഡെഫിനിഷൻ, ഹൗ ഹി അറൈവ്ഡ് ദാറ്റ് ഇക്വേഷൻ, ഓക്കെ, ദി ഗ്രാഫ്, everything about Boyle's law will be discussed in this video here. So keep watching. ബോറടി തുടങ്ങിയെങ്കിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ, ചായ കുടിച്ചിട്ട് വന്ന് പോസ്റ്റ് എടുക്കും. സോ ബോയ്സ് ലോ, വാട്ട് ഈസ് ബോയ്സ് ലോ, വാട്ട് ഇസ് എ റിലേഷൻ? ഓൾറെഡി നിങ്ങളിപ്പോ പഠിച്ചു കഴിഞ്ഞു. സ്കൂളിൽ കിട്ടിയവർക്ക് ഇപ്പൊ ഒന്നുകൂടി കണ്ടപ്പോ ഇത്രയേ ഉള്ളൂ ബോയ്സ്. ഇനി എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്? ബോയിൽ എങ്ങനെയാണ് അപ്ലിക്കേറ്റ്, എന്തൊക്കെയാണ് ഇതിന്റെ ഗ്രാഫുകൾ, എങ്ങനെയാണ് ഈക്വേഷൻ ഉണ്ടായത്, എന്താണ് ഈ ഈക്വേഷൻ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, എവറിത്തിങ് അബൌട്ട് ബോയ്സ് ലോ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ബോയ്സ് ലോ, ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വാട്ട്? പ്രഷർ ആൻഡ് വോളിയം. പ്രഷർ ആണ് ഫ്രീ, ആൻഡ് വാട്ട് ഈസ് ഫിക്സ്ഡ് ഇൻ നമ്പർ ഓഫ് മോൾസ് അഥവാ മാസ്, ആൻഡ് ടെമ്പറേച്ചർ ഈസ് ഫിക്സ്ഡ്, നോ ചേഞ്ച്. ഓൺലി ചേഞ്ച് ഇൻ എന്താണ്? പ്രഷർ, പി. ചിലവരൊക്കെ പറയാനൊക്കെ പാവം പോയി. അപ്പൊ പി ആണ് ചേഞ്ച് ആണ് മനസ്സിലായി. പി പാവം പോയി,
ടി. അങ്ങനെയും പഠിച്ചു വെക്കാറുണ്ട് ചില കുട്ടികൾ. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ഓക്കെ. കാരണം മൂന്നും കൂടി പഠിച്ചു കഴിയുമ്പോൾ അങ്ങോട്ടും കൂടി തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അവൻ പോയി പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് ബോയ്സ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസ് എന്തായിരുന്നു മക്കളെ? ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാല് എന്താണ്? എന്നും ടിയും കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ്. ഓക്കെ, ഓൺലി വേരിയബിൾ, അതായത് ചേഞ്ച് ആവുന്ന കാര്യമാണ് പി ആണ്, അതായത് പ്രഷർ. ഈ ലോയാണ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ബോയിൽസ് ലോ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഫിക്സഡ് ആണ്. അപ്പൊ ഫിക്സഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് എൻ, നമ്പർ ഓഫ് മോളിക്യൂൾസ്. ചുരുക്കി നമ്മൾ അതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി മാസ് എന്ന് പഠിക്കും. മാസ്. രണ്ട് ടി, ടെമ്പറേച്ചർ. ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് നോ ചേഞ്ച്. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ബോയ്സ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റൂ. എന്താണ് ബോയ്സ് ലോ പറയുന്നത്? ഇപ്പോ കൂടുതൽ പാർട്ടിക്കിൾസ് അതിനകത്ത് പോകുന്നില്ല, കുറയുന്നില്ല. പാർട്ടിക്കിൾസ് സെയിം, അതായത് അതിന്റെ വെയിറ്റ് സെയിം. വെയിറ്റ് കൂടുന്നില്ല, കുറയുന്നില്ല. മാസ് കൂടുന്നില്ല, കുറയുന്നില്ല. ആൻഡ് ടെമ്പറേച്ചർ, പുറത്തുള്ള ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഒരു ബലൂൺ ആ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ടെമ്പറേച്ചർ കൂടാനോ കുറയാനോ പാടില്ല. അങ്ങനെയാണെങ്കിൽ the volume of the gas is directly proportional to 1/T. അതായത് it is inversely proportional to pressure. ഇതാണല്ലോ, നമുക്ക് ഇതിനകത്തേക്ക് വരാം. നമ്മൾ ആദ്യം കണ്ട എക്സാമ്പിൾ ആലോചിച്ച് നോക്കി. താഴെ, അതായത് നമ്മുടെ വെള്ളത്തിന് താഴെ എന്നൊക്കെ നമ്മൾ ചെറുതായിരുന്നു, മുകളിലേക്ക് വരുന്നതോറും വലുതായിരുന്നു. അപ്പൊ താഴെ പ്രഷർ കൂടുതലാണ്, അപ്പൊ വോളിയം കുറഞ്ഞു. മുകളിൽ പ്രഷർ കുറവാണ്, അപ്പൊ വോളിയം കൂടും. സോ ഈ രണ്ട് ഗൈസ്, അതായത് പ്രഷറും വോളിയം പരസ്പരം ഓപ്പോസിറ്റ് ആണ്. വോളിയം കൂടുന്നു, പ്രഷർ കുറയുന്നു. കണ്ടോ? ഇങ്ങനെയാണ് നിങ്ങളത് മനസ്സിലാക്കുക. അപ്പൊ വെള്ളത്തിന് പരീക്ഷയ്ക്ക് ചോദിച്ചു എന്തുകൊണ്ടാണ് താഴെ വരുന്ന കുമിളകൾ വലുതായി വരുന്നത്? അക്കോർഡിംഗ് ടു ബോയ്സ് ലോ എന്ന് സ്റ്റാർട്ട് ചെയ്യണം ആൻസർ. അക്കോർഡിംഗ് ടു ബോയ്സ് ലോ എന്താ പറയണം? അണ്ടർ ദ വാട്ടർ അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദ വാട്ടർ പ്രഷർ ഈസ് ലാർജർ. പ്രഷർ ലാർജർ ആണ്. ഹൈ പ്രഷർ. ഡ്യൂ ടു ഹൈ പ്രഷർ വോളിയം shrink, volume decreases. According to Boyle's law, pressure increases, volume decreases. Pressure and volume is inversely proportional. ഒരു സാധനം കൂടുമ്പോൾ ഒരു സാധനം കുറഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി എങ്ങനെ വായിക്കുന്നത്? ഇൻവേഴ്സ് ആണ്, തലതിരിവ്. ഒരാൾ കൂടുമ്പോൾ മറ്റാൾ കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കിട്ടിയോ? ഇതുകൊണ്ട് തന്നെയാണ് സ്കൂബ ഡൈവേഴ്സ് താഴെ നിന്ന് മുകളിലേക്ക് വരുന്നവർ പതുക്കെ വരുന്നത്. കാരണം പെട്ടെന്ന് വന്നു കഴിഞ്ഞാല് പ്രഷർ കൂടുന്ന വോളിയം പെട്ടെന്ന് ഇൻക്രീസ് ചെയ്തവരുടെ ചെസ്റ്റ് പ്രശ്നം ഉണ്ടാവും. ഇതുപോലെ നമ്മളൊരു ബലൂൺ മുകളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അത് അറ്റ്മോസ്ഫിയർ ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ എയർ പ്രഷർ കുറവാണ്. അപ്പൊ വോളിയം വലുതായി പൊട്ടിപ്പോകും. കിട്ടിയോ? ഇനി ഇതിനകത്ത് ചില കുട്ടികൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് ഉള്ളിലുള്ള ഗ്യാസ് ചെലുത്തുന്ന പ്രഷറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അതല്ല നമ്മളിവിടെ പറയുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പ്രഷർ എക്സെട്ര ഓൺ എ ഗ്യാസ്. മനസ്സിലായോ? ഈ ഗ്യാസിന്റെ മീതെ എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബലൂൺ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ മുകളിലേക്ക് ചെല്ലുമ്പോൾ ബലൂണിന്റെ മീതെ എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷർ അത് കുറയുന്നു. അവിടെ ആ വായു ഇല്ല, അപ്പൊ ബലൂൺ വലുതായി. പ്രഷർ കുറഞ്ഞപ്പോ വലുതായി. കണ്ടോ? സോ പ്രഷർ എക്സെപ്റ്റഡ് ഓൺ. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളിപ്പോ ഒരു ബലൂൺ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബലൂൺ എന്താണ്, ചൂട് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടിയിട്ട് കൈനറ്റിക് എനർജി കൂടിയിട്ട് പാർട്ടിക്കിൾസ് ഇങ്ങനെ ചെന്നിട്ട് അതിന്റെ വാളിൽ ചെന്നിടിക്കുമ്പോൾ നിങ്ങൾ സാധാരണ ഒരു തിങ്ക് ചെയ്യുന്ന കൂടി അപ്പൊ വാളിൽ ചെന്നിരിക്കുമ്പോൾ പ്രഷർ കൂടില്ലേ, അപ്പൊ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ പ്രഷറും വോളിയവും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. പ്രഷർ കൂടുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുള്ളൂ എന്ന് ചിന്തിക്കാം. ബട്ട് അവിടെ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഉള്ളിൽ നിന്നുള്ള പ്രഷർ അല്ല, പുറത്തുനിന്നുള്ള പ്രഷർ. നിങ്ങളുടെ ലൈഫിലും അങ്ങനെയല്ലേ? ഉള്ളിൽ നിന്നുള്ള പ്രഷറിനേക്കാൾ പുറത്തുനിന്നുള്ള പ്രഷർ കൂടുമ്പോഴാണ് നിങ്ങൾ ചുരുങ്ങി പോകുന്നത്. മനസ്സിലായോ? പ്രഷർ കൂടുമ്പോൾ നമ്മൾ ചുരുങ്ങാൻ പാടില്ല.
നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ സ്വയം ഉള്ളിൽ നിന്നുള്ള ഫോഴ്സ് കൊണ്ട് നമ്മൾ അതിനെ എതിരിടണം. ഇപ്പൊ ബോയ്സ് ലോ ഈസ് എക്സെറ്റഡ് ഓൺ ഔട്ട്സൈഡ് പ്രഷറിനെ കുറിച്ചാണ് ബോയ്സ് ലോയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഔട്ട്സൈഡ് പ്രഷർ ഓൺ എ മെറ്റീരിയൽ കൂടുതലാണെങ്കിൽ വോളിയം കുറഞ്ഞു പോകും, കുറവാണെങ്കിൽ വോളിയം കൂടുതലായി പോകും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, 1 increases 1 decreases. ഇതാണ് എന്ത് ബോയ്സ് ലോ. വെരി ഈസി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ബൈ ടേക്കിംഗ് ആൻ എക്സാമ്പിൾ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ, വിഷമിക്കണ്ട. ഇവിടെ വെച്ചൊന്നും തീരുന്നില്ലല്ലോ, തീർക്കില്ല എന്ന് എനിക്കറിയാലോ, സാർ എങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഒരു പിക്ചർ നോക്കാം. നമുക്ക് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ത്രൂ ഡയഗ്രാം. ഇവിടെ 3 പാത്രം, ഒരേ വലിപ്പമുള്ള 3 പാത്രങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഒരേ വലിപ്പമാണ് കേട്ടോ, ശ്രദ്ധിക്കണം, ഒരേ വലിപ്പമാണ്, വോളിയം സെയിം ആണ്. ഒരേ വലിപ്പമുള്ള 3 പാത്രം. അപ്പൊ അതിനകത്ത് ഒരു പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇത് അമർത്താം, ഇങ്ങനെ താഴേക്ക് കേട്ടോ, കണ്ട പിസ്റ്റൺ. ഇതിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്, അവർ വളരെ അകലത്തിലാണ്. ഓക്കെ, ഇവിടെ ഇതിന്റെ ഗ്യാസ് മോളിക്യൂൾസിന്റെ ലിറ്റർ എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 10 ലിറ്റർ. വോളിയം ഇസ് ഈക്വൽ ടു 10 ലിറ്റർ. ഓക്കെ, അപ്പൊ സാർ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഫോഴ്സ് പെർ ഏരിയ, ദാറ്റ് ഈസ് പ്രഷർ, ഇറ്റ് ഈസ് നോൺ ആസ് 2 atm. അപ്പോ പ്രഷർ 2 atm, വോളിയം ഇത്. അപ്പൊ പ്രഷർ എത്രയാണ്? 2 atm. ഞാനിവിടെ പ്രഷറും വോളിയം തമ്മിലുള്ള ഒരു റിലേഷൻ എഴുതുകയാണ്. പ്രഷർ വോളിയം. കേസ് 1 പ്രഷർ എത്രയാണ്? 2 atm. വോളിയം എത്രയാണ്? 10 ലിറ്റർ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഈ സാധനത്തിന് ഒന്ന് പ്രഷർ കൂട്ടി അമർത്തി ഡബിൾ ആക്കി, പ്രഷർ 4 ആക്കി. അപ്പോ ഇപ്പൊ ഇത്രയും വോളിയം ഉണ്ടായി, ഇപ്പൊ എന്റെ പകുതിയാവും വോളിയം. എന്താ, പ്രഷർ ഞാൻ കൂട്ടി മക്കളെ, പ്രഷർ കൂട്ടി. ഈ 2 എന്നുള്ള പ്രഷർ ഞാനിപ്പോ എത്രയാക്കി? 4 atm ആക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് വോളിയം എന്ത് ചെയ്തു? പകുതിയായി. വോളിയം 5 ലിറ്റർ ആയി. അപ്പൊ പ്രഷർ ഞാൻ ഇൻക്രീസ് ചെയ്തു 4 atm. ഓക്കെ, വോളിയം എത്രയായി? 5 ലിറ്റർ. കിട്ടിയോ? കിട്ടി. ഞാൻ വീണ്ടും ഫർദർ ഇൻക്രീസസ്, പിന്നെയും പ്രഷർ ഇൻക്രീസ് ചെയ്തു 10 atm ആക്കി. 10 atm. ഇവിടെ ഏകദേശം ഈ ഒരു ഭാഗത്ത് പാർട്ടിക്കിൾസ് വളരെ അടുത്ത് വന്നു കേട്ടോ. ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്ത പ്രഷർ എന്ന് പറഞ്ഞാല് 10 atm. പ്രഷർ കൂട്ടിയാണ് അങ്ങനെ. അപ്പൊ വോളിയം സ്വാഭാവികമായിട്ടും ചെറുതായി, ദാറ്റ് ഈസ് 2 ലിറ്റർ. അപ്പൊ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത പ്രഷർ എന്ന് പറയുന്നത് 10 atm. സോ മൈ വോളിയം ഈസ് 2 ലിറ്റർ. സോ ഇതാണ് എന്റെ ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫ് വരയ്ക്കാനുള്ള ഒരു ഡാറ്റ, ഗ്രാഫിക്കൽ ഡാറ്റ. ക്ലിയർ? ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. എന്താണ്, കുറച്ച് വോളിയം ഉണ്ടായിരുന്നു, 10 ലിറ്റർ വോളിയം ഉണ്ടായ ഗ്യാസിന് 2 atmosphere പ്രഷറിൽ ഉണ്ടാ അമർത്തി. അപ്പൊ ആ പ്രഷറിൽ ഇരിക്കുമ്പോൾ അതിന്റെ വോളിയം 10 ആണ്. ഇത് പ്രഷർ എത്രയാണ്? 2 ആണ്. ഒന്ന് അമർത്തി അതിന്റെ പ്രഷർ ഡബിൾ ആക്കിയപ്പോൾ വോളിയം ഹാഫ് ആയി. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. പ്രഷർ ഡബിൾ ആക്കിയ വോളിയം ഹാഫ് ആവും. കിട്ടിയോ? 4, 5. ഇനി ഇവിടെ പ്രഷർ പിന്നെയും ചെറുതാക്കി സാറ്, പിന്നെയും കൂട്ടി പ്രഷർ 10 ആക്കി. അപ്പൊ വോളിയം എത്രയായി? 2 ആയി. ഓക്കെ, ക്ലിയർ? അപ്പോ ഇവിടെ ആദ്യത്തെ പ്രഷറിന് P1, ദിസ് ഈസ് P1, ഇത് P2, ഇത് P3. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വോളിയം V1, ഇത് V2, ഇത് V3. ഓക്കെ, ഇത് രണ്ടും ഒന്ന് ഗുണിച്ചു നോക്കിയേ. അതായത് P1 ഇൻറ്റു V1, ഈ P1 ഉം V1 ഒന്ന് ഗുണിച്ചു നോക്കിയേ. 2 ഇൻറ്റു 10, ആൻസർ 20. ഓക്കെ, ഇനി ഈ P2 ഉം V2 ഒന്ന് ഗുണിച്ചു നോക്കിയേ. P2 ഇൻറ്റു V2, ആൻസർ എന്താണ്? P2 എത്രയാണ്? 4, V2 എത്രയാണ്? 5. അപ്പോഴും 20 കിട്ടും. ഇനി ഇത് ഗുണിച്ചു നോക്കിയാൽ P3 ഇൻറ്റു V3, P3 ഇൻറ്റു V3, അത് ഗുണിക്കുമ്പോഴും P3 എത്രയാണ്? 10 atmosphere പ്രഷർ, 2 ലിറ്റർ. ഉണ്ടോ? ആൻസർ ഈസ് അഗൈൻ 20. So in all these cases, P into V is always same. മനസ്സിലായോ? എപ്പോഴും സെയിം ആയിട്ട് കാണാം. അതിന്റെ അർത്ഥം P1 V1 ചെയ്യുന്നതും P2 V2 ചെയ്യുന്നതും P3 V3 ചെയ്യുന്നതും പരസ്പരം ഗുണിക്കുന്നത് ഈക്വൽ ആണ്.
സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് എ റിലേഷൻ. ഇതിൽ നമുക്ക് റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ആ റിലേഷൻ? അതായത് P1V1 is equal to P2V2 equal to P3V3 equal to അങ്ങനെ പോകും അല്ലെ? അപ്പൊ രണ്ടെണ്ണം മതി. അപ്പോ P1V1 is equal to P2V2. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. ഫസ്റ്റ് റിലേഷൻ എന്താ നമ്മൾ പഠിച്ചത്? വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. എന്താണ് മക്കൾ ഇതിന്റെ അർത്ഥം? പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും, വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും. അങ്ങനെയാണെങ്കിൽ താഴെ എഴുതണം പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ഇത് വായിക്കേണ്ട ഒരു രീതിയുണ്ട്. വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പി പ്രഷർ, ബട്ട് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p. അങ്ങനെ വായിക്കണം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പി. അങ്ങനെയാണ് അത് വായിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ നമുക്ക് ഈ കിട്ടിയ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കാം. ലെറ്റ്സ് ലുക്ക് ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഹൗ ദിസ് ഗ്രാഫ്സ് ലുക്സ് ലൈക്ക്. ഓക്കെ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അത് എഴുതാം. ആദ്യം 2 പ്രഷർ, പിന്നെ 4 പിന്നെ 10. ദിസ് ഈസ് പ്രഷർ. വോളിയത്തിൽ വന്നപ്പോൾ ആദ്യം 10 ഉണ്ടായിരുന്നു, പിന്നെ 5 ഉണ്ടായിരുന്നു, പിന്നെ 2. ദിസ് ഈസ് വോളിയം. ഇത് നമ്മളൊരു ടേബിളൈസ് ചെയ്തു. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോകും. സോ ഒരു ഗ്രാഫ് നിങ്ങൾ കോർഡിനേറ്റ് ജിയോമെട്രിയിൽ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. ദിസ് ഇസ് 0. ഓക്കെ, വോളിയം ഈസ് ടേക്കൺ ആസ് ഹിയർ, പ്രഷർ ഈസ് ടേക്കൺ ആസ് ഹിയർ. അപ്പൊ പ്രഷറിൽ ഏറ്റവും മാക്സിമം വരുന്ന വാല്യൂ 10 ആണല്ലേ. അപ്പൊ നമുക്കൊരു 2 വെച്ചെടുക്കാം അല്ലെ. 2, 4, 6, 8, 10. ഓക്കെ, അതുപോലെ തന്നെ വോളിയത്തിൽ മാക്സിമം വരുന്നത് 10 ആണ്. അപ്പൊ ഇവിടെ 2 വെച്ചെടുക്കും. 2, 4, 6, 8, 10. ഓക്കെ, അപ്പൊ ഇത് എക്സും ഇത് വൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2, 10. അതാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ എക്സ് ആക്സിസിൽ 2, വൈ ആക്സിസിൽ 10. വൈ ആക്സിസ് ഇങ്ങനെ വരച്ചു, എക്സ് ആക്സിസ് ഇങ്ങനെ വരച്ചു. കോർഡിനേറ്റ് ജിയോമെട്രി പഠിക്കാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല കേട്ടോ, അത് മാത്സിലേക്ക് മനസ്സിലായി. 2, 10. അപ്പൊ ഇത് ഞാൻ പ്ലോട്ട് ചെയ്തു. ഇത് 4, 5. 4 എക്സ് ആക്സിസിൽ എന്താണ്, 5 വൈ ആക്സിസിൽ. 4 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4-നും 6-നും ഇവിടെ ആയിട്ട് വരും 5. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. 4, 5. 4 ആദ്യത്തെ ആള് എക്സ് ആക്സിസിന്, രണ്ടാമത്തെ ആള് വൈ ആക്സിസിന്. അടുത്തത് 10, 2. 10 എക്സിൽ എടുക്കണം, 2 വൈയിൽ എടുക്കണം. 10 ഹിയർ, 2 ഹിയർ. അപ്പൊ 2 നിന്ന് ഇങ്ങനെ വരച്ചു. ഓക്കെ, 10 നിന്ന് ഇങ്ങനെ വരച്ചു, 2 നിന്ന് വരച്ചു, 2 കൂടി കൂട്ടി വരച്ചു. അപ്പൊ 10, 2. When I join this, എനിക്ക് എന്ത് കിട്ടി? എനിക്ക് ഒരു ഗ്രാഫ് കിട്ടി ലൈക്ക് ദിസ്. എന്താ, ഒരു കർവാണ് കിട്ടിയത്. മനസ്സിലായോ? വാട്ട് ദിസ് കർവ് മീൻസ്? അതായത് ഇവിടെ നോക്കും, പ്രഷർ കൂടി വരുന്നു. അപ്പൊ വോളിയത്തിന്റെ അളവ് നോക്കി, വോളിയം കുറഞ്ഞ അളവാണ്. കണ്ടോ? പ്രഷർ കുറയുമ്പോൾ വോളിയത്തിന്റെ അളവ് നോക്കി കൂടുന്നു. കണ്ടോ മക്കളെ? ആദ്യത്തെ ആള് പ്രഷർ, രണ്ടാമത്തെ ആള് വോളിയമാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ പ്രഷർ 2 എന്നുള്ളത് കൂടി 4 ആയി. അതായത് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ വോളിയം കുറഞ്ഞു കുറഞ്ഞു. ഓക്കെ, വോളിയം 5 ആയി, 2 ആയി. അപ്പൊ ഇങ്ങനെ ഒരു കുത്തനെ ഒരു ഗ്രാഫ് സൂചിപ്പിക്കുമ്പോൾ നമ്മൾ എന്താണ്, ഇങ്ങനെ പോകുമ്പോ എന്താണ്, പ്രഷർ കൂടി വരുന്നത്. പക്ഷെ ഹൈറ്റ് എന്താണ്, കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ പ്രഷർ കുറച്ച് കുറച്ച് വരുന്നത് ഹൈറ്റ് കൂടി കൂടി വരും. കണ്ടോ? അപ്പോ ഫ്രം ദിസ് ഗ്രാഫ് എക്സ്പെരിമെന്റിൽ നിങ്ങൾ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ ഈ റിലേഷൻ കിട്ടുന്നത്. അല്ലാണ്ട് ഈ റിലേഷൻ വെച്ചിട്ട് ഗ്രാഫ് വരച്ചതല്ല. നിങ്ങൾ പ്രഷർ കൊടുത്തു, വോളിയം കിട്ടും. ആ പ്രഷറും വോളിയം തമ്മിൽ നിങ്ങൾ ഒരു ഗ്രാഫ് കണ്ടെത്തി. ആ ഗ്രാഫ് വരച്ച് നിങ്ങൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. കണ്ടോ? പ്രഷർ കൂടിയാണ്, അപ്പൊ വോളിയം കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു. അത് ഇവിടെ നിന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും. ഈ ഗ്രാഫിന്റെ പേരാണ് മക്കളെ വി പി ഗ്രാഫ്, അഥവാ വോളിയം പ്രഷർ ഗ്രാഫ്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. ഇനിയും ഉണ്ട് ഗ്രാഫ് 2 കൂടി, അത് നമുക്ക് പറയും. അപ്പൊ വോളിയം പ്രഷർ ഗ്രാഫാണ് സാറിപ്പോ വരച്ചത്. അത് മനസ്സിലായോ? മനസ്സിലായി. എന്താണ് ഇതിന് മനസ്സിലാക്കുന്നത്? വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് മീൻസ് whenever volume increases, pressure decreases. Pressure increases, volume decreases. Okay? So pressure അനുസരിച്ച് വോളിയത്തിൽ ചേഞ്ചസ് വരും. സോ
So volume is inversely proportional to pressure, that is V inversely proportional to 1 by V. Clear? Yes. Okay. അത് മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫിസിക്സിൽ ഒരു ഡെറിവേഷൻ, നമ്മൾ എപ്പോഴും ഫിസിക്സിൽ നമ്മൾ ഈ ഒരു സൈൻ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈക്വൽ ടു ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് വിളിക്കും. കോൺസ്റ്റന്റ് ഇൻറ്റു ബാക്കി അതുപോലെ 1/2. ഓക്കെ, മനസ്സിലായോ സാർ പറഞ്ഞത്? നമ്മൾ ഇത് കളഞ്ഞിട്ട് നമുക്ക് ഈക്വൽ ടു എഴുതണം. അപ്പൊ നമ്മളോട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിച്ചേ പറ്റും. ഓക്കെ, യെസ്. ഇനി ഇതിനെ സാർ ഇപ്പുറത്തേക്ക് എടുത്ത് ഹരിച്ചയാൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു 1 കോൺസ്റ്റന്റ്. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. P1 V1 is equal to P2 V2 ഒരു സംഖ്യയായിരിക്കും. കണ്ടോ, നേരത്തെ 20 കിട്ടി. P1 V1 ചെയ്താലും P2 V2 ചെയ്താലും P3 V3 ചെയ്താലും എ കോൺസ്റ്റന്റ് 20 നേരത്തെ കിട്ടി. അപ്പൊ ഈ റിലേഷനിൽ നിന്നുകൊണ്ട് ഈ ഡയറക്റ്റീവ് സൈൻ കളഞ്ഞ് അവിടെ ഈക്വൽ ടു സൈൻ കൊടുക്കണമെങ്കിൽ ഇവിടെ കോൺസ്റ്റന്റ് കൊണ്ട് വിളിക്കുക. അത് ഫിസിക്സ് ആണ് കേട്ടാ, ഫിസിക്സ്. കോൺസ്റ്റന്റ് കൊണ്ട് വിളിക്കുന്നത്. കോൺസ്റ്റന്റ് ഇൻറ്റു 1 ടീച്ചർ പഠിച്ചിട്ടുണ്ടാവും ഫിസിക്സിൽ. ഞാനും ഫിസിക്സ് പഠിപ്പിക്കും. കെമിസ്ട്രി കഴിഞ്ഞിട്ട് മോഡേൺ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഒന്ന് കമന്റ് ചെയ്തോട്ടെ സാർ, ഫിസിക്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫിസിക്സ് എടുക്കണമെന്ന് കമന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ V is equal to കോൺസ്റ്റന്റ് ഇൻറ്റു 1/P. 1/P. അപ്പൊ ഞാൻ ഈ P ഇപ്പുറത്തേക്ക് എടുത്താൽ P ഇൻറ്റു V എന്താണ് കിട്ടും? കോൺസ്റ്റന്റ് കിട്ടും. ഈ കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് K. ഒരു K കൊടുക്കും. അപ്പൊ PV is equal to K. ഇതിലാണ് ഇത് ഉണ്ടായത്. നമ്മൾ എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തിയെങ്കിലും ഇതിന്നാണ് ഇത് ഉണ്ടായതെന്ന് മനസ്സിലായി. അപ്പൊ ബോയ്സിനെ ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു ഇക്വേഷൻ V ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ ടു 1/P, ഒരു ഇക്വേഷൻ P1 V1 is equal to P2 V2. P1 is V1 is equal to P2 V2 എങ്ങനെ ഉണ്ടായി? PV is a constant. അതിനുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ മക്കളെ, ഇനി ബാക്കിയുള്ള 2 ഗ്രാഫും കൂടി നമുക്ക് നോക്കട്ടെ. ഗ്രാഫിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ലോ ഇപ്പോഴും പറഞ്ഞില്ല. വാട്ട് ഈസ് ദിസ് ലോ സേസ്? നമ്മൾ രണ്ടുപേരും ഫിക്സഡ് ആക്കണം, അതായത് ഫിക്സഡ് മാസ് ആയിരിക്കണം, പിന്നെ ടെമ്പറേച്ചർ ഫിക്സഡ് ആയിരിക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് അതിന്റെ പ്രഷറിനെ ആശ്രയിച്ചിരിക്കുന്നു. പ്രഷർ കൂടുമ്പോൾ വോളിയം കൂടും, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. അതായത് വോളിയം എന്ന് പറയുന്നത് ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഈ ഒരു സാധനമാണ് ലോ. ഇത് മനസ്സിലായ കുട്ടി ഇത് സെന്റൻസ് ആക്കിയാൽ ലോ ആയി. പക്ഷെ ലോയിൽ വ്യത്യാസം വരുത്താൻ പറ്റാത്തതുകൊണ്ട് കാണപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ലോ എന്ന് എഴുതാം. ഇത്ര നേരം കഥ കേട്ടല്ലോ, ഇനി ആട്ടം കാണാം. എന്താണ് ലോ? വാട്ട് ഈസ് ബോയ്സ് ലോ? ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോയ്സ് ലോ എന്ന് പറയാം. അങ്ങനെയൊക്കെ ചോദിക്കാം. പണ്ടൊക്കെ ഞാൻ ചോദിച്ചില്ല. ലോ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അറ്റ് കോൺസ്റ്റന്റ്, നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്താണ്? ദ വോളിയം ഓഫ് എ, ദ വോളിയം ഓഫ് എ. ഇനിയുള്ള സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിക്സഡ് മാസ്. ഫിക്സഡ് മാസ്. ഫിക്സഡ് മാസ് എന്താ ഉദ്ദേശിക്കുന്നത്? എൻ ഫിക്സഡ് ആയിരിക്കണം. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്താ ഉദ്ദേശിക്കുന്നത്? ടി. എന്താ നമ്മുടെ കണ്ടീഷൻ? എന്നും ടിയും എന്തായിരിക്കണം? സ്റ്റേബിൾ. ഫിക്സഡ് മാസ്. ഫിക്സഡ് മാസ്. ഓക്കെ, ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ്. ഓഫ് ഗ്യാസ്. ഗ്യാസ് ഈസ് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി proportional to its എന്താണ്? പ്രഷർ. That is, volume is inversely proportional to P. Volume is equal to a constant K into 1/P. PV is equal to a constant. ഇത്രയും കാര്യങ്ങളാണ് ലോവുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതേണ്ടത്. എന്നിട്ട് എഴുതി വെക്കണം P1 V1 is equal to P2 V2. That graph is looks like a curve. ഇത്ര ഉള്ളു പഠിക്കാനാണ്. ഇത് പറയാനാണെങ്കിൽ 1.5 മണിക്കൂർ ക്ലാസ്. ബട്ട് ഇതിനകത്തേക്ക് എത്തിയപ്പോൾ, ഡെഫിനേഷൻ കണ്ടപ്പോൾ ഈ 2 സാധനങ്ങളും മനസ്സിലായി, ഇക്വേഷനും മനസ്സിലായി, ലോയും മനസ്സിലായി. അറിയാതെ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശ്രദ്ധയോടെ ഈ ക്ലാസ്സുകൾ, ഇല്ലെങ്കിൽ 2ാമത് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ച് തീർന്നോ സാർ? കഴിഞ്ഞില്ലേ സാർ? ഇനി ഞങ്ങൾക്ക് പോകാനായിട്ട് ഒരു ഗ്രാഫ് ഞാൻ വരച്ചോളൂ. പരീക്ഷയ്ക്ക് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പല ഗ്രാഫുകൾ ചോദിച്ചിരുന്നു. അപ്പൊ ഇനി അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ബുദ്ധി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ 2 ഗ്രാഫ് 3 ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നുള്ള ഗ്രാഫിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ
ഒരു ഗ്രാഫ് കണ്ടു. എന്തായിരുന്നു ആ ഗ്രാഫ്? വോളിയവും പ്രഷറും തമ്മിലുള്ള ഗ്രാഫാണ് കണ്ടത്. വോളിയവും പ്രഷറും തമ്മിലുള്ള ഗ്രാഫ് അല്ലെ? ഇറ്റ് ഈസ് ലുക്സ് ലൈക്ക് ദിസ്. ഈസി. ഹിയർ വോളിയം, ഹിയർ പ്രഷർ. ദെൻ അടുത്ത നമുക്കൊരു ഗ്രാഫ് വരുന്നത് വോളിയവും 1/P തമ്മിലുള്ള ഗ്രാഫ്. അതെന്താ സാറേ അങ്ങനെ? അതായത് വോളിയം നമുക്ക് 10 ലിറ്റർ, പ്രഷർ 2. ഇനി നമ്മൾ പ്രഷർ എന്ത് ചെയ്യണം? 1/2 ആക്കണം. വോളിയം അത് തന്നെ എടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഗ്രാഫ് വരച്ചാൽ ദാറ്റ് ഈസ് ലുക്സ് ലൈക്ക് ദിസ് ഈസ് വോളിയം, ദിസ് ഈസ് 1/P. ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. ഇതാണ് ആ ഗ്രാഫ് വരുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇനി മൂന്നാമതൊരു ഗ്രാഫും കൂടി വരും മക്കളെ. പി വി വെച്ചിട്ട് ഒരു ഗ്രാഫ് വരും. പി വിയും പിയും. ഇതാണ് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. അതായത് ഒരു ഗ്രാഫ് ഉണ്ട്, ഞാൻ റഫായിട്ട് വരക്കുള്ളൂ കേട്ടോ. പ്രഷർ ഇവിടെ വി അല്ല, പി കൂടി ഉണ്ട്. ഇതെന്താ സാധനം? ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് മാറൂല. പ്രഷർ എത്ര കൂടിയാലും കുറഞ്ഞാലും പി ആൻഡ് വി ഗുണിക്കുമ്പോൾ എപ്പോഴും ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. അപ്പൊ സ്ഥിരസംഖ്യയാണെന്ന് കാണിക്കാൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ മക്കളെ ഫസ്റ്റത്തെ ഈ ഒരു ഗ്രാഫ് ഓർത്തിരിക്കുക, വിയും പിയും തമ്മിൽ. ഈ ഒരു ഗ്രാഫ് ഓർത്തിരിക്കുക, സ്ട്രെയിറ്റ് ലൈൻ. ഇവരും വിയും 1/P തമ്മിൽ. ഇനി പി വിയും പിയും തമ്മിലുള്ള ഗ്രാഫ് ഓർത്തിരിക്കുക, അത് ഒരു പാരലൽ ലൈൻ ആയിരിക്കും, കോൺസ്റ്റന്റ് ആണ് എന്ന് കാണിക്കാൻ. അതായത് പി വി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പി ഇൻറ്റു വി 20 കിട്ടി, സെയിം ആയിരിക്കും. അത് കാണിക്കാനാണ്. ഈ 3 ഗ്രാഫ് തല തിരിച്ച് അല്ലെങ്കിൽ കുറച്ച് ഗ്രാഫുകൾ ഉണ്ട്, പണ്ടൊക്കെ ചോദിച്ചിരുന്ന ഗ്രാഫുകൾ എന്നിട്ട് ഫ്രം ദ ഗീവൻ ഗ്രാഫ് വിച്ച് വൺ സ്റ്റേറ്റ്സ് അബൌട്ട് ബോയ്സ് ലോ. അപ്പൊ അതിനകത്ത് ഇതൊക്കെ ഉണ്ടാവും, പറ്റിക്കാനായിട്ട് വേറെ ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മക്കള് ഈ 3 എന്താണ് ഗ്രാഫും ഭംഗിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ പഠിച്ചു ഇത് രണ്ടും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ, അതാണ് ഇങ്ങനെ. ബട്ട് ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എവിടെ വരുന്നത്? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് ഈ സ്ഥാനത്തിന്റെ ഇപ്പുറമുള്ള ആൾക്കാർ തമ്മിലുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദ ഒറിജിൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ സാധനം പറഞ്ഞിട്ട് ഡയറക്ഷൻ സൈൻ ഇട്ടിട്ട് ഇപ്പുറത്ത് എന്ത് പറഞ്ഞാലും ഇതും തമ്മിലുള്ള ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇനി ഇത് കോൺസ്റ്റന്റ് ആണ് നമ്മൾ പഠിച്ചു. കോൺസ്റ്റന്റ് ആവുമ്പോൾ അത് പാരലൽ ആയിരിക്കും. അതിന്റെ വാല്യൂ കൂടുമില്ല കുറയുമില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ 3 ഗ്രാഫ്സ്. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളിൽ വെച്ചിട്ട് ബോയ്സ് ലോ മനസ്സിലാക്കി കുട്ടികൾ ഇവിടെ വെച്ച് നിർത്തിപ്പോക്കോളൂ. ഇനിയുള്ള കാര്യം പറയാൻ പോകുന്നത് ഹൗ റോബർട്ട് ബോയിൽ അറൈവ് ദിസ് കൺക്ലൂഷൻ. എങ്ങനെയാണ് റോബർട്ട് ബോയിൽ എന്ത് എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് ഇതിനൊക്കെ എത്തിച്ചേർന്നത്? അത് അറിയാൻ ആഗ്രഹമുള്ള ഒരു മാത്രം ഇങ്ങനെ കണ്ടാൽ മതി. അപ്പൊ അതും കൂടി കണ്ടു കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ്. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രോബ്ലംസ് ആണ് വരുന്നത്. ഓക്കെ, യെസ്. ഹൗ റോബർട്ട് ബോയിൽ അറൈവ് ദിസ് കൺക്ലൂഷൻ. ഹൗ, എങ്ങനെയാണ് അദ്ദേഹം ഈ പറയുന്ന കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നത്? അതിനെ കുറിച്ച് നമുക്കൊന്ന് വെറുതെ ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ അദ്ദേഹം ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ മാനോമീറ്ററിൽ കണ്ടതുപോലെ ഒരു ജെ ട്യൂബ് എടുക്കുന്നുണ്ട്. ഒരു ജെ ട്യൂബ്, അതായത് ഇങ്ങനെ ഒരു ട്യൂബ്. ഓക്കെ, ഇങ്ങനെ ഒരു ട്യൂബ് എടുത്തിട്ട് ഓക്കെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടോ, അതൊന്നും എടുത്തില്ല, വെറുതെ എനിവേ ഗ്യാസ് ഉണ്ടല്ലോ, വെറുതെ ഇങ്ങനെ തുറന്നു വെച്ചതിനകത്ത് ഗ്യാസ് ഉണ്ടാവും അല്ലേ. ദെൻ അദ്ദേഹം വെച്ചതിനകത്തേക്ക് മെർക്കുറി ഒഴിച്ചു, HG മെർക്കുറി ഒഴിച്ചു. മെർക്കുറി നമുക്ക് അറിയാം ലിക്വിഡ്, നമ്മൾ അതിനകത്ത് കണ്ടാണ്, മാനോമീറ്റർ കണ്ടാണ്. മെർക്കുറി ഇങ്ങനെ താഴെ വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ മെർക്കുറി ഇവിടെ നിന്നോ ഇവിടെ വന്നത്. മെർക്കുറിയുടെ അളവും ഇതിന്റെ അളവും എന്താണ്? സെയിം ആണ്. അപ്പൊ ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇവിടെ എയർ ചെലുത്തുന്ന ഒരു പ്രഷർ ഉണ്ട്, എയർ പ്രഷർ. ഇതുപോലെ ഗ്യാസിലെ മോളിക്യൂൾസ് ഇവിടെ വന്ന് ഒതുങ്ങിക്കൂടി അവരിവിടെ ഒരു പ്രഷർ ചെലുത്തുന്നുണ്ട്. അത് രണ്ടും സെയിം ആണ്. അതുകൊണ്ട് ATM, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറും ഗ്യാസിന്റെ പ്രഷറും എന്താണ്? സെയിം ആണ്. ക്ലിയർ? ഓക്കെ, ക്ലിയർ. അപ്പൊ ഈ എക്സ്റ്റേണൽ പ്രഷറും ഇവിടെ നിന്നുള്ള ഇന്റേണൽ പ്രഷറും സെയിം ആണെന്ന് അദ്ദേഹം കണ്ടു. പിന്നെ അദ്ദേഹം ചെയ്തത് ഇതങ്ങോട്ട് കൂട്ടി, ഇതിന്റെ അളവ് കൂട്ടി. അപ്പോ ഇതിന്റെ അളവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും എന്താണ് കുറച്ചുകൂടി കൂടുതൽ, ഇരട്ടി അളവ് ഇങ്ങനെ വെച്ചു. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ വോളിയം കണ്ടല്ലോ, ഇത്രയും ഉണ്ടായിരുന്ന വോളിയം ഇപ്പൊ എന്താണ്? പകുതിയായി, ഇത്രയായി. ഓക്കെ, ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, ഇവിടെ മാത്രമേ ഉള്ളൂ ഗ്യാസ്, പകുതിയായി. വോളിയം ഹാഫ്. ശരിയോ? ആദ്യം വോളിയം ബി ഉണ്ടായി, ഇപ്പൊ ഹാഫ് ആയി. ഓക്കെ, അപ്പൊ അതെങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതും തമ്മിൽ സെയിം അല്ല, ഈ ഒരു അകലവും ഈ അകലവും സെയിം അല്ല. കണ്ടോ? ഓക്കെ, ഒന്നാമത്തെ കേസിൽ ഇവര് തമ്മിൽ അകലം എന്തായിരുന്നു? സെയിം ആയിരുന്നു.
നമുക്ക് ഫസ്റ്റ് കേസിൽ ഇത് തമ്മിൽ അകലം സെയിം ആയിരുന്നു. അപ്പൊ ഇത്രയും ഉണ്ടായിരുന്നു വോളിയം. അദ്ദേഹം കുറച്ചും കൂടി മെർക്കുറി ഒഴിച്ചു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? മെർക്കുറി ചെല്ലുന്ന മെർക്കുറി ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുമല്ലോ, അപ്പൊ ഈ പാർട്ടിക്കിൾസ് അങ്ങോട്ട് ചുരുങ്ങി പകുതിയായി. ഓക്കെ, അതുപോലെ മെർക്കുറി കൂടുതലാണ് ഒഴിച്ചേക്കണം, അപ്പൊ മെർക്കുറിയുടെ അളവ് ഇവിടെ എത്തി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ഈ ഒരു പൊക്കവും ഈ ഒരു പൊക്കവും തമ്മിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും അകലം ഡിഫറൻസ് ഉണ്ട്. അതിനാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ആ ഹൈറ്റ് ഇങ്ങനെ അദ്ദേഹം മെർക്കുറിയുടെ ഹൈറ്റ് മെഷർ ചെയ്യും, മെർക്കുറിയുടെ ഹൈറ്റ് മെഷർ ചെയ്യും, വോളിയം മെഷർ ചെയ്യും. ഇങ്ങനെ 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 മെഷർ ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ആ ടേബിൾ നമുക്ക് പെട്ടെന്ന് എഴുതാം. അതായത് വോളിയം, പ്രഷർ. ഓക്കെ, സോ ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഡാറ്റ. നിങ്ങൾ എക്സ്പെരിമെന്റ് നടത്തിയാൽ നിങ്ങൾക്ക് ഇതുപോലെ ഡാറ്റ കിട്ടും. പ്രഷർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു, ടോട്ടൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്തു, ഗ്യാസിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിങ്ങനെ ചെറുതായി വന്നു. ഓക്കെ, അതിന്റെ ഹീറ്റ് പ്ലോട്ട് ഗ്രാഫ് നമ്മൾ നേരത്തെ വരച്ച പോലെ അദ്ദേഹവും ഒരു ഗ്രാഫ് വരും. നമുക്ക് നോക്കാം ആ ഗ്രാഫ് എങ്ങനെ ഇരിക്കും. ഇതാണ് ഗ്രാഫ്. ഓക്കെ, ഹിയർ ദിസ് ഇസ് വോളിയം, ദിസ് ഇസ് പ്രഷർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു സാറേ ഇത് കുറേ ഉണ്ടല്ലോ എങ്ങനെ വരയ്ക്കും? സിമ്പിൾ ആണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില പദ്ധതികളുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ 29 മുതൽ 117 വരെ. അപ്പൊ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം? 100 ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു 100 ആയിട്ട് സാർ സങ്കല്പിച്ചു. ഏകദേശം പകുതിയിൽ ഒരു 50, അതിന്റെ പകുതിയിൽ ഒരു 25, ഇതിന്റെ പകുതിയിൽ ഒരു 75. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻ അവിടെ ഞാൻ ഒപ്പിച്ചു കേട്ടോ വോളിയത്തിൽ. ഇനി പ്രഷർ ഞാൻ മാക്സിമം നോക്കുമ്പോൾ 50 ആണ്, 48, 50. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ ഞാൻ എന്താണ് കൺസിഡർ ചെയ്തു? 50 ആയിരിക്കും. ഈ സെന്റർ എന്ന് പറയുന്നത് ഒരു 25 ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് ഒരു 12.25 ആയിരിക്കും. ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് 25, 12 എത്രയാണ്? 37.5. അപ്പൊ അത് ഇനി ഓരോന്ന് മാർക്ക് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? നോക്കൂ, പ്രഷർ 12 ആകുമ്പോൾ വോളിയം 117. പ്രഷർ 12 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും അല്ലെ? വോളിയം 117 എന്ന് പറയുന്നത് 100 കഴിഞ്ഞിട്ട് ഏകദേശം ഇവിടെ വരും. അപ്പൊ ഈ ഒരു പോയിന്റ് ആയിരിക്കും വരിക അല്ലെ? ഏകദേശം ഈ ഒരു പോയിന്റ് ആണ് വരിക. ഓക്കെ, അടുത്തത് പ്രഷർ 14, വോളിയം 87. 14 എന്ന് പറയുമ്പോൾ 12 കഴിഞ്ഞു ഏകദേശം ഇവിടെ വരും അല്ലെ? 14, 12.5 കഴിഞ്ഞ 13, 14. എത്രയാണ് ആൻസർ വരുന്നത്? 87. 87 എന്ന് പറഞ്ഞാൽ 70 തൊട്ടുമില്ല, ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഓക്കെ, ഇതാണ് ഒരു പോയിന്റ്, ഇതൊരു പോയിന്റ്. ഓക്കെ, അടുത്തത് 20, പ്രഷർ 20. പ്രഷർ പിന്നെയും കൂട്ടി 25ന്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു 20 ആയി. അപ്പൊ 70.7 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഓക്കെ, അടുത്ത പ്രഷർ 24 എന്ന് പറയുമ്പോൾ 25ന്റെ തൊട്ടടുത്ത് കേട്ടോ. പ്രഷർ 24. അപ്പൊ വോളിയം എത്രയാണ്? 58 പോയിന്റ് എന്ന് പറയുമ്പോൾ 50 കഴിഞ്ഞിട്ട് കുറച്ച് അല്ല 24 അല്ല 24. അടുത്തത് പ്രഷർ 32 എന്ന് പറയുമ്പോൾ 25 കഴിഞ്ഞ് ഇതിന്റെ ഇടയിൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വരും. 32 വരുമ്പോൾ വോളിയം 44 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. ഓക്കെ, അടുത്ത് പ്രഷർ 40 എന്ന് പറയുമ്പോൾ 35 ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. വോളിയം 35 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. അടുത്തത് 48, വോളിയം 29 എന്ന് പറയുമ്പോൾ 25 ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വരും. 49 ഇവിടെ വരും. Then he joined this. So he found that volume is inversely proportional to pressure because when pressure increases, volume decreases. കണ്ടോ? വോളിയം കുറയാണ്. When pressure decreases, volume increases. ഈ ഗ്രാഫിന്റെ മുകളിലാണ് വോളിയം കണ്ടോ? പ്രഷർ അപ്പൊ കുറവാണ്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അതായത് വോളിയം ഞാൻ ഹൈയിൽ എടുത്താൽ താഴേക്ക് നോക്കുമ്പോൾ പ്രഷർ കുറവാണ്. വോളിയം ഞാൻ കുറച്ച് കൊണ്ടുവരുമ്പോൾ പ്രഷർ എന്താണ് കൂടി പോകും. വോളിയവും പ്രഷറും തമ്മിൽ എന്താണ്? ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ ആണ് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം തന്നെ ലോ ആയിട്ട് പറഞ്ഞു, ദിസ് ഈസ് നോൺ ആസ് ബോയ്ൽസ് ലോ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഫിക്സ്ഡ് മാസ് ഓഫ് എ ഗിവൺ എന്താണ് ഗ്യാസ് ഈസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇറ്റ്സ് പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. He arrived at an equation V inversely proportional to 1/. കിട്ടിയല്ലോ, എല്ലാവർക്കും കിട്ടിയല്ലേ? ശരി. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹവും എന്ത് ചെയ്തു? ഇതിന്റെ റെസിപ്രോക്കൽ ഒക്കെ എടുത്ത് വരച്ചു. അങ്ങനെ റെസിപ്രോക്കൽ എടുത്ത് വരച്ചപ്പോൾ അദ്ദേഹത്തിന് ഗ്രാഫ് കിട്ടി. നമ്മൾ കണ്ടാണ് നേരത്തെ. അതായത് അദ്ദേഹം ഇതേപോലെ തന്നെ ഗ്രാഫ് വരച്ചു. ഇവിടെ വോളിയം വരച്ചു, ഇവിടെ 1/p വെച്ചിട്ട് വരച്ചു. സോ ഹി ഗോട്ട് എ സ്ട്രേറ്റ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ.
ഓക്കെ, നോർമലി നിങ്ങൾ കുറച്ച് കഴിയും മാത്സിൽ പഠിക്കും സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ y is equal to mx plus c എന്ന് പറഞ്ഞ് പഠിക്കും. y is equal to mx plus c. മക്കളെ സി എന്ന് പറഞ്ഞാൽ ഈ സ്ട്രേറ്റ് ലൈൻ ഇവിടെ വൈയിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഒറിജിനിൽ ആയതുകൊണ്ട് സിയുടെ വാല്യൂ ഇവിടെ എന്താണ് 0 ആണ്. അപ്പൊ അതങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ y is equal to mx കിട്ടും. y എന്ന് പറഞ്ഞാൽ വോളിയം ആണല്ലോ, ഈ ആക്സിൽ വോളിയം ആണല്ലോ, അപ്പൊ വോളിയം ഈക്വൽ ടു m ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ ഈ ആക്സിലെ 1/p m ഇൻറ്റു 1/p. അപ്പൊ ഇങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വോളിയം ഈസ് ഈക്വൽ ടു m ഇൻറ്റു 1/p. അപ്പൊ പി ഇപ്പുറത്തേക്ക് അദ്ദേഹം എടുത്തു. വി പി ഇസ് ഈക്വൽ ടു എം. എം എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും കോൺസ്റ്റന്റ്. ഓക്കെ, ഇൻ സ്ട്രേറ്റ് ലൈൻ എം റെപ്രസെന്റ് ദ സ്ലോപ്പ്. യു വിൽ സ്റ്റഡി അബൌട്ട് സ്ലോപ്പ് ലെറ്റർ ഇൻ മാത്തമാറ്റിക്സ്. ഓക്കെ, y2 മൈനസ് y ഡിവൈഡ് ബൈ x മൈനസ് x ഞാൻ തന്നെ പഠിപ്പിക്കും കുറച്ച്. അപ്പോ ഇവിടെ വി പി ഇസ് ഈക്വൽ ടു എം, അതായത് വി പി എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു പി. പി ഫ്രണ്ട്ലി ആയിരിക്കും ചിലർ ഇത്ര നേരം പി വി പഠിച്ചിട്ട്. പി വി ഇസ് ഈക്വൽ ടു എം, എ കോൺസ്റ്റന്റ്. ഓക്കെ, സോ P1 V1 ഇസ് ഈക്വൽ ടു P2 V2 എന്ന അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കി. ആ പ്രഷറുകൾ ഫസ്റ്റത്തെ ആ വോളിയം പ്രഷർ തമ്മിൽ ഗുണിക്കുക, സെക്കൻഡ് വിളിക്കുക, യു വിൽ ഗെറ്റ് 1400 ഇൻ എവറി വാല്യൂസ്. എല്ലാ പ്രഷറും വോളിയം നിങ്ങൾ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ വാല്യൂ വരും. So he arrived at a conclusion that P1 V1 is equal to P2 V2. Clear? So that's all about the Boyle's law. But ഇവിടെ Boyle's law തീരുന്നില്ല. നിങ്ങൾ ഇതിന്റെ പ്രോബ്ലം പഠിക്കും, അതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇതിനോടൊപ്പം തന്നെ പ്രോബ്ലംസ് ആണ് കൊടുത്തിട്ടുണ്ട്, അത് മാത്രം പോരാ. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതിന് ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് അബൌട്ട് ഓൾ അബൌട്ട് ബോയ്സ് ലോ ആൻഡ് ഇറ്റ്സ് പ്രോബ്ലംസ്, കാൽക്കുലേഷൻ, ന്യൂമറിക്കൽസ്. ഇത്രയും ദിവസം നമ്മൾ 3 ചാപ്റ്റർ പഠിപ്പിച്ചത് ഒന്നും കണക്ക് വന്നില്ല, പക്ഷെ ഈ കണക്ക് വരും. നിങ്ങൾ ഈ ചാപ്റ്റർ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കണക്കോട് കണക്കാണ്, പ്രത്യേകിച്ച് മോൾസ് വരും. അപ്പൊ ഇവിടെ മുതൽ കണക്ക് കൃത്യമായിട്ട് പോയിട്ടില്ലെങ്കിൽ കണക്ക് പരീക്ഷ ചോദിക്കുമ്പോൾ കിടന്ന് വെള്ളം എന്തായാലും ചോദിക്കും, ഉറപ്പാണ് കേട്ടാ. അപ്പൊ അടുത്ത ഒരു വീഡിയോ ഇസ് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു ബോയ്സ് ലോ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. സോ ഒരിക്കലും മിസ്സാക്കരുത്. മെമ്പറായ കുട്ടികൾക്ക് മാത്രമേ അത് പിന്നീട് കാണാൻ കഴിയുള്ളൂ. സോ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഡാഡിയോടും മമ്മിയോടും ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ സാറിന്റെ ക്ലാസ്സിൽ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, ഓൺലി 299 ഫോർ കെമിസ്ട്രി ആൻഡ് മാത്സ് ഫുൾ വീഡിയോസ്. ഇതിന്റെ ഗുണം വരുന്നത് നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും, ഈസി ആയിട്ട് പഠിക്കാം. ഭാവിയിൽ ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ ഫിസിക്സ് കൂടി വരും. അപ്പോൾ മെമ്പേഴ്സ് ആയവർക്ക് കുറച്ചും കൂടി എന്താണ് ബെനിഫിറ്റ് ആയിരിക്കും, അവർക്ക് അത് റിപ്പീറ്റ് ചെയ്ത് ഫിസിക്സും കണ്ടുപിടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനിലേക്ക് ചേരാം. ഓൺലൈനിൽ ചേർന്നാൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ അയച്ചു തരും, പക്ഷെ ഒരു ബെനിഫിറ്റ് ഉള്ളത് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓൺലൈനിൽ ചേർന്ന്. അതിന് ഒരു ഓഫർ ഉണ്ട്. ഡിസംബർ 1 വരെയാണെങ്കിൽ ഓൺലി 1000 rupees ഫോർ മാത്സ് ആൻഡ് 900 rupees ഫോർ കെമിസ്ട്രി. ക്ലിയർ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഇത് എവിടെയെങ്കിലും ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ചാറ്റിൽ നിങ്ങൾ കാണാറില്ല, ചില ആൾക്കാർ 100 രൂപയ്ക്കും 50 രൂപയ്ക്കും അല്ലെ, അതൊരു സ്നേഹപ്രകടനമാണ്. അതൊക്കെ വേണമെങ്കിൽ പ്രകടിപ്പിക്കാം. റോസാപ്പുകൾ തരാം, അല്ലെങ്കിൽ ലവ് ചിഹ്നങ്ങൾ തരാം. അതുമല്ലെങ്കിൽ എവിടെയെങ്കിലും സാറിന് അബദ്ധം പറ്റിയെങ്കിൽ ഇനി അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് പോവാം. കമന്റോളിൽ നെഗറ്റീവ് കമന്റ് അങ്ങനെയുമുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പൊ അടുത്ത വീഡിയോ മറക്കരുത് കേട്ടോ, ന്യൂമറിക്കൽസ് ആണ്. ഓക്കെ, എല്ലാവരും കാണണം.